ദിവസം ഐശ്വര്യ പൂജയോടുകൂടി നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത ഇനം പ്രഭാഷണമാണ്. ഡോക്ടർ മോഹൻ ഗോപാൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേജിൽ എത്തിയിരിക്കുന്നു. ഒപ്പം ബഹുമാനപ്പെട്ട ശാഖാ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരും സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ആദ്യമായി മോഹൻ ഗോപാൽ സാറിനെ പരിചയപ്പെടുത്തുന്നതിനും സ്വാഗതം ചെയ്യുന്നതിനുമായി പ്രസിഡന്റ് ശ്രീ എൻ സുഗതൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രധാനമാഷ സ്റ്റേജിലേക്ക് വരണം. നമ്മുടെ ആചാര്യൻ ശിവഗിരി എന്ന് പറഞ്ഞാൽ ഇവിടെ ആചാര്യപദവിയുണ്ട്. ആചാര്യപദവി കൊടുത്തേക്കണം. അതുകൊണ്ട് സ്റ്റേജിലേക്ക് വരണം. ആദ്യമായി ഈ വിളക്കൂജ ഇവിടെ നമ്മൾ സാധാരണ വൈകുന്നേരമാണ് നടത്തുന്നത്. ഇപ്പോൾ കാലത്താക്കി സാമാന്യ ആളുകളെല്ലാം അതിൽ പങ്കെടുത്തു. ആ ഗുരുദേവൻ്റെ അനുഗ്രഹമെല്ലാം മേടിച്ചിരിക്കുക. ഏതായാലും പ്രധാന മാഷ നമ്മുടെ സ്ഥിരം അധ്യാപകനാണ്, ആചാര്യനാണ്. നമുക്ക് 360 ദിവസവും എല്ലാ ഞായറാഴ്ചയും കാലത്തും വൈകുന്നേരമായിട്ട് കുടുംബങ്ങളിൽ ഗുരുദേവ കൃതികൾ പഠിപ്പിക്കുന്ന വ്യക്തി നൽകുക. അദ്ദേഹത്തിൻ്റെ അവസാന ഒരു കൊല്ലത്തെ ക്ലാസ്സിൻ്റെ സമാപ്തിയാണ് നമ്മൾ വിളക്കൂജ നടത്തുന്നത്. ആ ഗുരുദേവ പുഷ്പാഞ്ജലി നമ്മളെല്ലാവരും കൂടി വിളക്ക് വെച്ച് പൂജിക്കുന്ന ഒരു ഘടകം കഴിഞ്ഞു. ഏതായാലും അദ്ദേഹത്തിന് ഇത് നടത്തിയതിന് SNDP നന്ദി ആദ്യം അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിൽ എത്തിയിരിക്കുന്ന വലിയ പ്രഭാഷകരെ നമ്മൾ ഇന്നലെയൊക്കെ നന്നായിട്ടൊക്കെ പ്രഭാഷണം ഉണ്ടായിരുന്നു. ഇന്ന് ഡോക്ടർ മോഹൻ ഗോപാൽ സാറിനെ കിട്ടാൻ എളുപ്പമുള്ള വ്യക്തിയല്ല. അദ്ദേഹം തിരുവനന്തപുരത്താണ് വീട്. അദ്ദേഹം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പഴയ നമുക്ക് കേരള ഗവൺമെൻറ് ഒരു IG ഉണ്ടായി പോലീസിൽ, അദ്ദേഹത്തിൻ്റെ മകനാണ്. അതുകൂടാതെ അദ്ദേഹം ഓൾ ഇന്ത്യ ലോ അക്കാഡമിയുടെ ചെയർമാനായിരുന്നു. ചെറിയ ഒരു വ്യക്തി, വലിയ വ്യക്തിയാണ്. കാരണം ചെറിയ വ്യക്തിയാണ്. കാരണം നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരെയും കേരളത്തിലെ എല്ലാ ജഡ്ജിമാർക്കും ട്രെയിനിങ് കൊടുക്കുന്ന അതാണ് ഈ ലോ അക്കാഡമി ചെയർമാൻ. അത് എല്ലാവർക്കും ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയൊക്കെ അദ്ദേഹത്തിന് വളരെ ബഹുമാനമാണ്. അപ്പോൾ അത്ര വലിയ മഹത് വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഗുരുദേവൻ്റെ വലിയൊരു ഭക്തനാണ്. ഗുരുദേവൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അദ്ദേഹം റിട്ടയർ ചെയ്ത പിന്നെ ഇതിന് വേണ്ടി മാത്രം അർപ്പിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിനൊക്കെ നമ്മുടെ മോഹൻ ഗോപാൽ സാറിൻ്റെ പ്രഭാഷണം ഉണ്ടായി വൈക്കത്തിൽ സത്യാഗ്രഹ ഹാളിൽ. ഞങ്ങളൊക്കെ ഒരു ബസ്സിൻ്റെ ഇവിടെ നാട് പോയത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പകൽ വ്യക്തികളെ കൊണ്ടേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹത്തിന് ഇവിടെ ഈ ക്ലാസ് എടുക്കുന്നതിന് കിട്ടിയത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ എളുപ്പം കിട്ടുന്ന ഒരു വ്യക്തിയല്ല. ഇവിടെ വന്ന് നമുക്ക് ഈ ക്ലാസ് എടുക്കാൻ വന്ന ആദ്യമായി അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. പിന്നെ അതുകൂടാതെ ഇന്നിവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ കാലത്ത് 8 മണിക്ക് വന്നാണ് വിളക്ക് പൂജ ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ വന്ന് ഈ നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ 2ാമത്തെ ദിവസമാണിത്. ഇന്നത്തോടെ നമ്മുടെ എല്ലാ പരിപാടിയും അവസാനിക്കും. ഇനിയും പ്രഭാഷണമുണ്ട്, ഇനി ഗുരുദേവൻ്റെ കിസ്സുണ്ട്. പിന്നെ ഇന്നലെ മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ ഒരു സ്റ്റേജ് ഷോയും കൂടെ ഉണ്ടാകും. അങ്ങനെ 10-11 മണി ആകുമ്പോഴേക്കും നമ്മുടെ ഈ പരിപാടി അവസാനിക്കുള്ളൂ. ഏതായാലും ഇതിനെല്ലാം സഹകരിച്ച മുൻ SNDPയുടെ ഭാരവാഹികളും കുടുംബ യൂണിറ്റ് കൺവീനർമാർ, ജോയിൻ്റന്മാർ, അംഗങ്ങൾ എല്ലാവർക്കും ഇതിന് പങ്കെടുത്തതിന്, ഇതിൽ സഹകരിച്ചതിനും നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഈ പ്രഭാഷണത്തിന് വേണ്ടി നമ്മുടെ ഡോക്ടർ മോഹൻ ഗോപാൽ അദ്ദേഹത്തിനെ പറ്റി ആമുഖമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ തുടങ്ങി എല്ലാ ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെയും സുപ്രീം കോടതി ജഡ്ജിമാരെയൊക്കെ പഠിപ്പിക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാവുമല്ലോ. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഈ ഗുരുദേവനെ സംബന്ധിച്ചുള്ള ഈ ഗുരുദേവനും മാനവധർമ്മവും എന്ന വിഷയമാണ് അദ്ദേഹം എടുക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുകയാണ്.
ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീ സുഗതൻ, വേദിയിലും സദസ്സിലും ഉള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, എനിക്കിവിടെ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന ശ്രീ സുഗതനോടും ശ്രീ കാർത്തികനോടും മറ്റ് ഈ ശാഖയുടെ ഭാരവാഹികളോടും ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനൊരു പ്രഭാഷകനല്ല, ഞാൻ ഒരു നിയമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നിയമജ്ഞൻ എന്ന് പറയാം, നിയമ വിദ്യാർത്ഥി എന്ന് പറയാം. അപ്പം ഞാൻ ഈ നിയമ ഫീൽഡിലും വിദ്യാഭ്യാസത്തിലും എപ്പോഴും ഒരു സംവാദത്തിൽ കൂടെയാണ് സംസാരിക്കുന്നത്, അല്ലാതെ പ്രഭാഷണത്തിൽ കൂടെയല്ല. എപ്പോഴും ഒരു ദൃഷ്ടികോണം ഒരാൾ വയ്ക്കും, മറ്റൊരു ദൃഷ്ടികോണം മറ്റുള്ള ആൾക്കാർ വയ്ക്കും, അങ്ങനെ ഒരു സംവാദത്തിൽ കൂടെയാണ് സംസാരിക്കുന്നത്. ഞാനൊരു പ്രഭാഷകനായിട്ടല്ല, ഒരു നിയമജ്ഞൻ, ഒരു വിദ്യാർത്ഥി, സർവോപരി ഗുരുദേവ ഭക്തൻ എന്നുള്ള തലത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുരുദേവൻ്റെ സന്ദേശത്തിനെ കുറിച്ചാണ്. ഗുരുദേവൻ്റെ മഹാസമാധിക്കൊരു 3 വർഷം മുമ്പ് 1925 ഒക്ടോബർ 8-ാം തീയതി കേരള കൗമുദിയിൽ മഹാനായ പത്രാധിപരായ ശ്രീ സി വി കുഞ്ഞിരാമനും നമ്മുടെ ഗുരുദേവനും തമ്മിലുള്ളൊരു സംവാദം പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിൽ വളരെ സുപ്രധാനമായിട്ട് ഞാൻ കരുതുന്നത് ഗുരുദേവൻ്റെ ഒരു ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റമെൻ്റ് ആണത്. അതായത് പല വിഷയങ്ങളെക്കുറിച്ചും വളരെ ആഴത്തിൽ, വളരെ വ്യക്തമായി ഒരു സന്ദേശം തന്നുവെന്ന് മാത്രമല്ല, ഇത് തന്നെയാണ് എൻ്റെ ഉപദേശ സാരം എന്ന് ഗുരുദേവൻ അതിൽ പറയുന്നു. ഈ സംവാദമാണെങ്കിൽ പല വിധത്തിലും അതിനെ വെരിഫൈ ചെയ്തിട്ടാണ് പബ്ലിഷ് ചെയ്തത്. അതായത് ആദ്യം ഈ നേരിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് ശ്രീ സി വി കുഞ്ഞിരാമൻ അതിൽ പറയുന്നു. എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്, ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതുന്നത് എന്ന് ശ്രീ പത്രാധിപർ സർട്ടിഫൈ ചെയ്യുന്നു. അത് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പത്രാധിപർ ഇതിനെ ബോധാനന്ദ സ്വാമിജിക്കും സത്യവ്രത സ്വാമിജിയെ കൊണ്ടും വായിച്ചത് ചെക്ക് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചെക്ക് ചെയ്യിപ്പിക്കുന്നു. പിന്നെ ഒരു സ്വാമിമാരുടെ ശിവഗിരിയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ഇത് പത്രാധിപർ വായിച്ച് കേൾപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സത്യവ്രത സ്വാമിയുടെ ത്രൂ ആയിട്ട് ഗുരുദേവൻ തന്നെ ഇതിനെ റിവ്യൂ ചെയ്യുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഗുരുദേവൻ്റെ അനുവാദത്തോടു കൂടിയേ ഇത് പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ 4-5 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഗുരുദേവൻ അത് കഴിഞ്ഞിട്ട് 3 വർഷം, മഹാസമാധിക്ക് മുമ്പ് 3 വർഷം ഉണ്ടായിരുന്നു. ഒരിക്കലും ബോധാനന്ദ സ്വാമിയോ സത്യവ്രത സ്വാമിയോ ഗുരുദേവൻ സ്വയം ആരും ഇതിൻ്റെ ആക്യുറസിയെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഇതിനെ ഞങ്ങൾ കുറച്ച് പേര് കേരള കൗമുദിയുടെ ഒരു സീനിയർ ജേർണലിസ്റ്റും അവരുടെ ഒരു മലപ്പുറം യൂണിറ്റ് ഹെഡുമായ ശ്രീ സി വി മിത്രൻ്റെ പ്രയത്ന ഫലമായി ഇതിനെ ഒരു ചെറിയ ബുക്ക്ലെറ്റാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഈ സംവാദത്തിന്. അപ്പോൾ ഇതെല്ലാവരും ആദ്യം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ സംവാദം നമ്മളെല്ലാവരും വായിക്കേണ്ടതാണ്. ഈ സംവാദത്തിൽ ഗുരുദേവൻ പറയുന്നു, ഈ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം സനാതനമായ ഏതെങ്കിലും ധർമ്മമോ മൂല്യമോ ആണ് എന്ന് ഗുരുദേവൻ പറയുന്നു. എല്ലാ ധർമ്മങ്ങളുടെയും സനാതന ധർമ്മങ്ങൾ എല്ലാം പ്രധാനമാണെന്ന് പറയുന്നു. ഗുരുദേവൻ സനാതന ധർമ്മം എന്ന് ഒരു ഏകവചനത്തിൽ ഉപയോഗിക്കുന്നില്ല, എപ്പോഴും ബഹുവചനത്തിലാണ് പറയുന്നത്.
സനാതന ധർമ്മങ്ങൾ, സനാതന മൂല്യങ്ങൾ, എല്ലാ സനാതന ധർമ്മങ്ങളും പ്രധാനമാണെന്ന് ഗുരുദേവൻ പറയുന്നു. അങ്ങനെ എന്നിട്ട് ഗുരുദേവൻ പറയുന്നു, ഈ ദേശകാല ആവശ്യമനുസരിച്ച് ഓരോ ജഗത് ഗുരുക്കന്മാരും ഓരോ സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഈ സനാതന ധർമ്മങ്ങൾ, മൂല്യങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്നിനെ, ഒന്നിൽ കൂടുതലോ ധർമ്മങ്ങളെയും മൂല്യങ്ങളെയും സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കും. അങ്ങനെ ഗുരുദേവൻ പറയുന്നു, ഹിംസ കലശലായപ്പോൾ ശ്രീ ബുദ്ധൻ അഹിംസ എന്ന സനാതന ധർമ്മം മുന്നോട്ട് വെച്ചു. സ്നേഹത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ യേശു ക്രിസ്തു സ്നേഹം എന്ന സനാതന ധർമ്മം, മൂല്യം മുന്നോട്ട് വെച്ചു. സാഹോദര്യത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ നബി സാഹോദര്യം എന്ന സനാതന ധർമ്മം, സനാതന മൂല്യം മുന്നോട്ട് വെച്ചു. എന്നിട്ട് ഗുരുദേവൻ ബുദ്ധൻ്റെയും വളരെ ശരിയായി ശ്രീ ബുദ്ധൻ്റെയും യേശുവിൻ്റെയും നബിയുടെയും ആ തലത്തിൽ നിന്നുകൊണ്ട് ഒരു യുഗപുരുഷൻ എന്ന നിലയ്ക്ക്, ഒരു ജഗത് ഗുരു എന്ന നിലയ്ക്ക് ഗുരുദേവൻ ചോദിക്കുന്നു, ഇന്ത്യക്ക് ഇന്ന് എന്താണ് ആവശ്യം? ഭാരതത്തിൽ നിന്നല്ല, ഇന്ത്യക്ക് ഇന്ന് എന്താണ് ആവശ്യം എന്ന് ഗുരുദേവൻ ചോദിച്ചിട്ട് ഗുരുദേവൻ തന്നെ അതിന് ഉത്തരം കൊടുക്കുന്നു. ഗുരുദേവൻ പറയുന്നു, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്നും മോചനം. അപ്പോൾ 1925 ഗുരുദേവൻ കാണുന്നു, ഇന്ത്യക്ക് ഏറ്റവും വലിയ അപകടവും, ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ അപകടവും, ഇന്ത്യക്ക് ഏറ്റവും വലിയ ആവശ്യവും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്നും വിമോചനം ആണ് എന്ന് പറയുന്നു. അത് നമ്മുടെ രക്തകലുഷിതമായ ഇന്ത്യയുടെ വിഭജനത്തിന് 22 വർഷം മുമ്പാണ് ഗുരുദേവൻ ഇത് പറയുന്നത്. ആലുവയിൽ തുടങ്ങി അയോധ്യയിൽ അവസാനിക്കുന്ന 100 വർഷം, 1924 ആലുവ സർവമത സമ്മേളനം നടക്കുന്നത്. ഈ സംവാദത്തിന് കുറച്ച് മാസങ്ങൾ മുമ്പാണ്. രക്തകലുഷിതമായ ഒരു 100 വർഷം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും, ഇന്ന് ഗാസയിലും മണിപ്പൂരിലും എല്ലായിടത്തും മതത്തിൻ്റെ പേരിൽ വലിയ സംഘർഷം നടക്കുകയാണ്. ഇതിലാണ് ഗുരുദേവൻ ബുദ്ധൻ ഹിംസ എങ്ങനെ മുന്നോട്ട് വെച്ചു, യേശുക്രിസ്തു എങ്ങനെ സ്നേഹം മുന്നോട്ട് വെച്ചു, നബി എങ്ങനെ സാഹോദര്യം മുന്നോട്ട് വെച്ചു, അതേ തലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യരാശിക്ക് ഗുരുദേവൻ ഒരു സനാതന ധർമ്മത്തിനെ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണ് ആ സനാതന ധർമ്മം? അതാണ് നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അതാണ് മാനവധർമ്മം, ഗുരുവിൻ്റെ മാനവധർമ്മം. അതിൻ്റെ അന്തസ്സത്ത് എന്താണ്? അതിൻ്റെ അന്തസ്സത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഒരിക്കലും അപരവൽക്കരിക്കരുതെന്നാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും സുഖത്തിനായി വരണം. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അപരത്വം അവിടെ ഇല്ലാതാകുന്നു. അവനവനും അപരനും ഒന്നാകുന്നു. അപ്പോൾ ഈ യുഗത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അപരവൽക്കരണം പാടില്ല എന്നാണ്. ഈ ലോകത്ത് എവിടെയും മനുഷ്യ രാശിക്ക് വേണ്ടത് ഒരിക്കലും മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മറ്റൊരു രീതിയിലോ ഒരിക്കലും അപരവൽക്കരണം ഉണ്ടാകരുത് എന്നുള്ള സന്ദേശമാണ്. എങ്ങനെയാണ് ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരം മനുഷ്യരാശി ഒഴിവാക്കാൻ കഴിയുന്നത് എന്ന് ഗുരു ഈ സംവാദത്തിൽ വളരെ വ്യക്തമായി
നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ധർമ്മം എന്താണ്. ഈ സംഘർഷം, ഈ മത്സരം, ജാതിയുടെയും പേരിലുള്ള അപരവൽക്കരണം ഇത് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ അത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള നമ്മുടെ ധർമ്മം, അതാണ് മാനവധർമ്മം. അത് ഗുരു മുന്നോട്ട് വയ്ക്കുന്നു. അതെന്തായിരുന്നു? ഇപ്പോൾ ഗുരുദേവൻ ആദ്യം ആ സംഭാഷണത്തിലും മറ്റ് കൃതികളിലും ആദ്യം നമ്മളോട് ജാതിയും മതം എന്നല്ലേ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരം എന്നാണല്ലോ ഗുരുദേവൻ പറയുന്നത്. അപ്പോൾ ജാതി എന്താണ്, മതം എന്താണ് എന്ന് ഗുരുദേവൻ വളരെ വിപ്ലവകരമായി പുതിയ ഒരു അർത്ഥം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഗുരുദേവൻ പറയുന്നു ഒരു യോനി, ഒരു ആകാരം, ഒരു ജാതി മനുഷ്യന്. ആ ജാതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ഒരു യോനി, ഒരു ആകാരം എന്ന് പറയുന്നത് അതിൻ്റെ സംസ്കൃത വാക്കിൻ്റെ അർത്ഥം ജൻ പ്ലസ് കത്തിൻ, ഹാഫ് കാ, ശക്തി എന്നുള്ള ഹാഫ് കാ ആൻഡ് ഹാഫ് ത, ശക്തി എന്ന് പറയുന്ന പോലെ തി, ജൻ പ്ലസ് തിൻ, അതാണ് ജാതി. ജൻ പ്ലസ് തിൻ ആണ് ജാതി. കൃ പ്ലസ് തിൻ ആണ് കൃതി. അപ്പൊ തിൻ എന്ന് വെച്ചാൽ ഒരു നൗൺ വേർബാണ്. ഒരു ഫിനോമിനെ ഒരു പ്രോഡക്റ്റാക്കി മാറ്റുന്നതാണ് തിൻ. അപ്പോൾ കൃ എന്ന് വെച്ചാൽ ക്രിയേഷൻ, തിൻ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് കൃതി. അപ്പം ജൻ ഒരു ഫിനോമിനാണ്, അത് നടക്കുമ്പോൾ ജാതി ഉണ്ടാവുന്നു. അപ്പം അതിൽ ജന്നിൻ്റെ അർത്ഥം എന്താണ്? ജന്നിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ജന്മരീതിയാണ്. അപ്പോൾ ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത് ജാതി ഇല്ല എന്നല്ല, ഒരു ജാതി മനുഷ്യന്. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ മനുഷ്യർക്കും ഒരേ ഒരു ജന്മരീതിയേ ഉള്ളൂ. ഒരു സ്ത്രീയിൽ നിന്ന് പ്രസവിച്ച് മനുഷ്യനുണ്ടാകുന്നു. അല്ലാതെ ചില മനുഷ്യർ സ്ത്രീ പ്രസവിച്ചുണ്ടാകുകയും മറ്റു മനുഷ്യർ അച്ഛൻ മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞുണ്ടാകുകയല്ലോ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ രീതിയിൽ ജനിക്കുന്നവരാണ്. ഒരു ജന്മരീതിയേ ഉള്ളൂ. അതാണ് പറയുന്നത്, ഗുരുദേവൻ പറയുന്നത് ഒരു ജാതി മനുഷ്യന്. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഇപ്പോൾ മനുഷ്യരെ കാണുന്നു, ഒരു മൃഗങ്ങളെ കാണുന്നു. ഞാൻ ഏത് മനുഷ്യനെ കണ്ടാലും ഗുരുദേവൻ്റെ ഈ ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഇത് എൻ്റെ സെയിം സ്പീഷീസാണ്, ഒരേ ജന്മരീതിയിൽ ജനിച്ച ഇനമാണ്. ഒരു വ്യത്യാസവുമില്ല നമ്മൾ തമ്മിൽ. നിറം എന്തായാലും, ഭാഷ എന്തായാലും, ജെൻഡർ എന്തായാലും, കൾച്ചർ എന്തായാലും. ഒരു കുതിര മറ്റൊരു കുതിരയെ കാണുന്ന പോലെയാണ് ഞാൻ മറ്റു മനുഷ്യരെ കാണുന്നത്. ഒരേ ജന്മരീതിയിൽ ജനിച്ചവരാണ്, ഉണ്ടായവരാണ് മനുഷ്യർ. ഇതൊരു വലിയൊരു മഹാസത്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കുറേ ഇരുന്ന് ആലോചിച്ചാലേ ഇതിൻ്റെ അർത്ഥം, അത് ഗുരുദേവൻ്റെ എല്ലാ സങ്കല്പങ്ങളും അതുപോലെയാണ്. ഒരുപാട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു അംശത്തിൻ്റെ പോലും ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാനും കഴിയാനും കാണാനും സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഈഴവൻ ജാതിയല്ല, ഈ എന്താണ് ധീവരൻ ജാതിയല്ല, ഇവരാരും ജാതിയല്ല. നമ്മൾ ആരാണ്? നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ജാതിയാണ്, ഒരു ജന്മരീതി ഉള്ളവരാണ്. അപ്പം ജാതി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാണ്? അതിലേക്ക് ഞാൻ വരാം. പക്ഷെ നമ്മൾ ജാതികളല്ല. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഒരു ജാതിയേ ഉള്ളൂ, ഒരു ജന്മരീതിയേ ഉള്ളൂ എന്നാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ബേസിസിൽ തന്നെ ജാതിയുടെ പേരിൽ മത്സരത്തിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ജാതി വിഭജനമില്ല, ജാതി ഭേദമില്ല, മനുഷ്യർ തമ്മിൽ ജാതി ഭേദമില്ല. അപ്പോൾ അതിൻ്റെ ബേസിസിൽ മത്സരത്തിൻ്റെ ആവശ്യമില്ല. ആ കോൺസെപ്റ്റിനെ, അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിനെ ക്ലാരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ബേസിസിനെ ഇല്ലാതാക്കുകയാണ് ഗുരു. അത് ഒരു തെറ്റിദ്ധാരണയുടെ ബേസിസിലാണ് ജാതിഭേദം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ തെറ്റിദ്ധാരണ എങ്ങനെ ഉണ്ടായി? ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ്.
പുരുഷ സൂക്തത്തിൽ പറയുന്നു, അതെ, ജന്മരീതികളാണ് പുരുഷ സൂക്തത്തിൽ വിവരിക്കുന്നത്. പൃഥ്വിയുടെ, ആകാശത്തിൻ്റെ, എല്ലാത്തിൻ്റെയും ജന്മരീതികളുണ്ട്. അതിൽ കന്നുകാലികളുടെ, കഴുതകളുടെ, 2 വരി പല്ലുള്ള മൃഗങ്ങളുടെ എല്ലാം ജന്മരീതികൾ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ കന്നുകാലി, കഴുത ഇതിൻ്റെയൊക്കെ ഇടയിൽ 4 ഇനങ്ങളുടെ പേര് പുരുഷ സൂക്തത്തിൽ പറയുന്നു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. മനുഷ്യന്റെ ജന്മരീതി പുരുഷ സൂക്തത്തിൽ പറയുന്നില്ല. മനുഷ്യൻ ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ല. പക്ഷെ ഈ 4 ഇനങ്ങൾ പറയുന്നു. ഈ 4 ഇനങ്ങൾക്ക് 4 ജന്മരീതി പറയുന്നു. ബ്രാഹ്മണൻ നമുക്കറിയാമല്ലോ, ബ്രാഹ്മണൻ തലയിൽ നിന്നും, ക്ഷത്രിയൻ ബാഹുവിൽ നിന്നും, വൈശ്യൻ വയറിൽ നിന്നും, തൊടയിൽ നിന്നും, ശൂദ്രൻ കാലിൽ നിന്നും. 4 ജന്മരീതികളുണ്ടെന്ന് ഋഗ്വേദം പറയുന്നു. അങ്ങനെ 4 ജാതികൾ, ജന്മരീതികൾ ഋഗ്വേദത്തിൽ നിന്ന് വരുന്നു. ഈ 4 ജന്മരീതികൾക്ക് ഒരു വർണ്ണനവും അതിലില്ല. മനുഷ്യനാണെന്ന് പറയുന്നില്ല, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ ജാതികളുടെ വർണ്ണനം വരുന്നു. ഇത് 4 വർണ്ണനങ്ങൾ വരുന്നു. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ഇതാണ്, ക്ഷത്രിയൻ എന്ന് വെച്ചാൽ ഇതാണ്, വൈശ്യ എന്ന് വെച്ചാൽ ഇതാണ്, ശൂദ്ര എന്ന് വെച്ചാൽ ഇതാണ്, ഇവരുടെ വർണ്ണാശ്രമ ധർമ്മം ഇതാണ് എന്ന് പറയുന്നു. ഈ 4 ഇനങ്ങളിൽ പെടാത്ത നമ്മളെല്ലാവരും മൃഗങ്ങളുമല്ല, മനുഷ്യരുമല്ല. മനുഷ്യനൊരു സങ്കല്പമേ ഇല്ല. നമ്മൾ മൃതവസ്തുക്കളാണ്. പുരുഷ സൂക്തം അനുസരിച്ച് മൃതവസ്തുക്കളാണ്. എന്ന് വെച്ചാൽ ജന്മരീതി ഉണ്ടെങ്കിലല്ലേ ജീവൻ ഉണ്ടാവുള്ളൂ. ജന്മരീതി ഇല്ലെങ്കിൽ ജീവനില്ല. അപ്പൊ ഈ ലോകത്തുള്ള 99% ആൾക്കാർ മൃതവസ്തുക്കളാണ്. അപ്പൊ ഗുരു ഒരു സ്ഥലത്ത് പറയുന്നു, ഈ ലോകത്ത് മനുഷ്യന് ഒരു ജന്മരീതിയേ ഉള്ളൂ, ഒരു ജാതിയേ ഉള്ളൂ. പശുക്കൾക്ക് ഗോത്വം ഉള്ളതുപോലെ മനുഷ്യർക്ക് മനുഷ്യത്വം, ഒരു ജന്മരീതിയേ ഉള്ളൂ എന്നുള്ള സത്യം ഈ ലോകത്തെ എല്ലാവർക്കും അറിയാം. ഇത് അറിഞ്ഞൂടാത്ത കോപ്പിന് ആരുമില്ല, എക്സെപ്റ്റ് ബ്രാഹ്മണാദികൾ. ഹാ കഷ്ടം എന്ന് ഗുരു പറയുന്നു. ഈ ബ്രാഹ്മണാദികൾക്ക് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് മനുഷ്യന് ഒരു ജന്മരീതിയേ ഉള്ളൂ എന്ന് അറിഞ്ഞൂടാത്ത ഇവർ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ഗുരുദേവൻ പറയുന്നത് 4 ജന്മരീതികളില്ല, 4 ജാതികളില്ല. ആ 4 ജാതികൾ ഉള്ളത് കൊണ്ട് മറ്റുള്ളവർ മൃതവസ്തുക്കളല്ല, മനുഷ്യരാണെന്നുള്ള സത്യം അംഗീകരിക്കേണ്ടി വന്നു. ഇവർക്ക് അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സമുദായങ്ങളെയും ജാതികളാക്കി മാറ്റി. ജാതികൾ. അപ്പൊ ആദ്യം നമ്മൾ ഈ 4 ഇനങ്ങളിൽ പെടാത്തവർ ഔട്ട്കാസ്റ്റ് ആയിരുന്നു. ഔട്ട്കാസ്റ്റ് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് കാസ്റ്റ്. കാസ്റ്റ് എന്ന് വെച്ചാൽ ജാതി, വർണ്ണം. ഔട്ട് ഓഫ് ജാതി, ഔട്ട് ഓഫ് വർണ്ണം, അതാണ് ഔട്ട്കാസ്റ്റ്. അപ്പൊ നമുക്ക് ജാതിയില്ല, വർണ്ണമില്ല, നമ്മൾ ഔട്ട്കാസ്റ്റ് ആണ്. ഈ 4 ഇനങ്ങൾക്ക് മാത്രമേ ഈ പുരുഷ സൂക്തത്തിൽ ജാതി പറയുന്നു, ജാതിയുടെ വർണ്ണനം പറയുന്നു. അപ്പൊ ജാതിയും വർണ്ണം ഇവർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുമില്ല. നമുക്കാർക്കും ജാതിയില്ല, വർണ്ണമില്ല. പക്ഷേ നമ്മളെ ആദ്യം മൃതവസ്തുക്കളാക്കി ദൂരെ, ഈ അമ്പലങ്ങളുടെ ഒക്കെ വളരെ വളരെ ദൂരെ നിർത്തി തീണ്ടലും തൊടിയിലുമൊക്കെ പ്രാക്ടീസ് ചെയ്ത് ആൾക്കാർ നമുക്ക് ജാതി ഉണ്ടെന്നും അവസരവാദപരം നമ്മളെ ജാതി ഉണ്ടെന്ന് പറയുകയും നമ്മൾ ജാതികളാണെന്ന് പറയുകയും ആ ജാതിയെ വർണ്ണം ജീർണിച്ചുണ്ടായതാണ് ജാതി എന്നുള്ള ഒരു നാരറ്റീവ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ആക്ച്വലി ഗുരുദേവൻ പറയുന്നത് ജാതിയില്ല, 4 ജാതികളില്ലെങ്കിൽ വർണ്ണമില്ല. 4 ജാതികളുടെ വർണ്ണനമാണ് ഈ വർണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുദേവന്റെ എക്സ്പ്ലനേഷൻ അനുസരിച്ച് ജാതിയുമില്ല, വർണ്ണവുമില്ല. പിന്നെ ബാക്കി വരുന്നത് എന്താണ്? സമുദായമാണ്. സമുദായത്തിനെ ശക്തിപ്പെടുത്തണമെന്ന് ഗുരുദേവൻ പറയുന്നു. SNDPയുടെ ഫൗണ്ടിങ് ഡോക്യുമെന്റിൽ നോക്കിയാൽ ഈഴവ, ഈഴവാത്തി, ബില്ലവ, ഈ സമുദായങ്ങളെ ശക്തിപ്പെടുത്താനാണ്
ഗുരുദേവൻ SNDP ഉണ്ടാക്കുന്നതിനെ അനുഗ്രഹിച്ചത്. ഇപ്പം സമുദായങ്ങളാണ്, നമ്മൾ സ്വതന്ത്ര സമുദായങ്ങളാണ്, നമ്മൾ ജാതികളല്ല. സമുദായങ്ങളിൽ ശ്രേണീകരണമില്ല, സമ ഉദയം, ഒരേ ഒരു സങ്കല്പത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന സമുദായം. സമുദായം എന്ന് വെച്ചാൽ റെസിഡൻറ്റ് അസോസിയേഷൻ സമുദായമാണ്, ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ സമുദായമാണ്. എനി കമ്മ്യൂണിറ്റിയാണ് സമുദായം. ഇതിൽ ശ്രേണീകരണമില്ല, മനുഷ്യവൽക്കരണമില്ല, അമനുഷ്യവൽക്കരണമില്ല, അപരവൽക്കരണമില്ല. ഏതെങ്കിലും ഒരു കോസിൽ നമ്മൾ ഒന്നിച്ചു വരുന്നു. നമ്മൾ എല്ലാവരും പല സമുദായങ്ങളുടെ അംഗങ്ങളാണ്, പല കമ്മ്യൂണിറ്റീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ സമുദായങ്ങൾക്ക് സദാചാരം വേണം. സമുദായങ്ങൾ അനുകമ്പയും സ്നേഹവും സാഹോദര്യവും സമത്വത്തിലെല്ലാം വിശ്വസിക്കണം, അപരവൽക്കരിക്കരുത്. പക്ഷെ സമുദായങ്ങളിലൂടെയാണ് മനുഷ്യൻ, ഈ സദാചാരം പുലർത്തുന്ന സമുദായങ്ങളിലൂടെയാണ് മനുഷ്യർ ശക്തരാകുന്നത്. സ്ത്രീ സമുദായം ഒരു സമുദായമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈഴവർ എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ കമ്മ്യൂണിറ്റിയാണ്. ചില മൂല്യങ്ങളും സനാതനമായിട്ടുള്ള മൂല്യങ്ങളും ധർമ്മങ്ങളും ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഗുരുദേവൻ അതിനെ കോഡിഫൈ ചെയ്ത് നമുക്ക് തന്ന ചില മൂല്യങ്ങളും ധർമ്മങ്ങളുടെയും അതിൻ്റെ ബേസിസിൽ യുണൈറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് ശ്രേണീകരണമില്ല. ശ്രേണീകരണം വരുന്നത് വർണ്ണത്തിൽ നിന്നാണ്. ആ ശ്രേണീകരണം കാരണമാണ് സംഘർഷം ഉണ്ടാകുന്നത്. അപ്പം ആദ്യം ഗുരുദേവൻ ജാതി എന്നുള്ള കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത്, ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ്. ഒരു ജന്മരീതിയെ മനുഷ്യനുള്ളൂ, ജാതി ഭേദമില്ല, ജന്മരീതിയിൽ ഭേദമില്ല മനുഷ്യർക്ക്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ജാതിയുടെ അർത്ഥം ഇൻട്രാ ഹ്യൂമൻ സ്പീസിയേഷനാണ്. ഒരു തിയറി, ഹ്യൂമൻ ബീങ്സിന് പല സ്പീഷീസും ഉണ്ട് എന്നുള്ളൊരു തിയറിയാണ് ജാതി. ഇത് അൺസയൻറ്റിഫിക് ആണ്, തെറ്റാണ്, എല്ലാ വിധത്തിലും തെറ്റാണ്. അപ്പോൾ ജാതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ കാസ്റ്റ് ആണെങ്കിൽ, കാസ്റ്റിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ്? ഹ്യൂമൻ ബീങ്സിൻ്റെ ഇടയിൽ പല സ്പീഷീസും ഉണ്ടെന്നുള്ളൊരു തിയറിയാണ്. ആ സ്പീഷീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കുതിരയ്ക്കും ആനയ്ക്കും ഒന്നിച്ച് പോകാൻ ഒക്കാത്തത് കൊണ്ടും, ഒരു പൂമ്പാറ്റയ്ക്കും ഒരു ആനയ്ക്കും ഒരേ ഫങ്ഷൻ അല്ലാത്തതുകൊണ്ട്, ആന എനിക്ക് പറക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല, പൂമ്പാറ്റ എനിക്ക് ആനയെപ്പോലെ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ രണ്ട് സ്പീഷീസാണ്. അപ്പോൾ പൂമ്പാറ്റയായി തന്നെ ഇരിക്കണം, ആനയെ തന്നെ ഇരിക്കണം. അങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടാനാണ് നമ്മൾ ജാതികളാണെന്ന് പറയുന്നത്. നമ്മൾ ജനിച്ചത് ജന്മരീതി അനുസരിച്ച് നമ്മൾ അടിമകളാണ്, സേവകരാണ്. നമ്മൾ ഒരിക്കലും അതിനേക്കാളും കൂടുതൽ ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജാണ് ജാതികൾ എന്ന് നമ്മളെ തെറ്റായി പറഞ്ഞ് നമ്മളെ അടിമവൽക്കരിക്കുകയാണ്. അപ്പം അതിനെ ഗുരുദേവൻ്റെ വളരെ സിമ്പിൾ 3 വാക്കുകൾ കൊണ്ട്, ഒരു ജാതി മനുഷ്യൻ എന്നുള്ള 3 വാക്കുകൾ കൊണ്ട് ജാതി വർണ്ണ വ്യവസ്ഥയെ ഗുരുദേവൻ ഇല്ലാതാക്കുകയാണ്. 3 വാക്കുകളുണ്ട്. അപ്പം അതാണ് ജാതി. മതത്തിൻ്റെ പേരിലും മത്സരം നിന്ന് വിമോചനം വേണമെന്ന് ഗുരുദേവൻ പറയുന്നു. മതം എന്താണെന്നുള്ളൊരു വളരെ അത്ഭുതകരമായി, വിപ്ലവകരമായി ഗുരുദേവൻ ഒരു പുതിയ സങ്കല്പം നമ്മുടെ മുന്നോട്ട് വയ്ക്കുകയാണ്. അത് വളരെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു സങ്കല്പമാണ്. എന്താണ് ഗുരുദേവൻ പറയുന്നു? മതം എന്ന് വെച്ചാൽ അഭിപ്രായം, വ്യക്തിയുടെ അഭിപ്രായമാണെന്നാണ് പറയുന്നത് ഗുരു. ഇത് ലോകത്ത് ആരും എവിടെയും പറഞ്ഞിട്ടില്ല. ഗുരുദേവൻ പറയുന്നത് ഏത് മതത്തിൽപ്പെട്ടാലും അൾട്ടിമേറ്റ്ലി അല്ലാതെ മറ്റേതും ഇല്ല എന്നാണല്ലോ ഗുരു പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് മതത്തിൽപ്പെട്ടാലും, ഇപ്പോൾ വേദങ്ങളാണെങ്കിലും ഖുറാനാണെങ്കിലും ബൈബിളാണെങ്കിലും ഇതൊക്കെ സ്രോതസ്സാണ്. നമ്മുടെ മനസ്സിൻ്റെ അറിവിൻ്റെ സ്രോതസ്സാണ്. ആ സ്രോതസ് വായിക്കുമ്പോൾ ഓരോ വ്യക്തിയും വ്യത്യസ്ത രീതിയിലാണ് അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഖുറാനിൽ വിശ്വസിക്കുന്ന പലരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ബൈബിളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. വേദങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ഈ വേദം ഒന്നാണ്, ബൈബിൾ ഒന്നാണ്, ഖുറാൻ ഒന്നാണ്. പക്ഷേ അത് വായിക്കുന്ന ഓരോ വ്യക്തിയും വ്യത്യസ്തമായി മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ മതം ആക്ച്വലി ഇരിക്കുന്നത് വ്യക്തിയുടെ മനസ്സിലാണ്, വ്യക്തിയുടെ അറിവിലാണ്, അല്ലാതെ ഒരു ഡോക്ട്രിനിലല്ല, ഒരു തിയറിയിലല്ല. അപ്പോൾ ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സിൽ മതം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു.
സുപ്രീം കോടതി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സുപ്രീം കോടതി പറയുന്ന ഒരു മതമാണെങ്കിൽ ഒന്ന്, ഒരു ബോഡി ഓഫ് ഡോക്ട്രിൻ വേണം. രണ്ട്, അതിൻ്റെ ഫോളോവേഴ്സ് വേണം, അനുയായികൾ വേണം. മൂന്ന്, അതിൻ്റെ ഒരു മോറൽ കോഡ് വേണം. നാല്, അതിൻ്റെ ആചാരങ്ങൾ വേണം. ഇത് നാലും ഉണ്ടെങ്കിലാണ് ഒരു മതമായിട്ട് സുപ്രീം കോടതി റെക്കഗ്നൈസ് ചെയ്യുന്നത്, നിയമം റെക്കഗ്നൈസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡെഫിനിഷൻ ഒരു സൈഡിൽ വെച്ചിട്ട് ഗുരുദേവന്റെ ഡെഫിനിഷൻ മറ്റേ സൈഡിൽ വെക്കുക. മതം എന്താണ്? ഒരു വ്യക്തി തീരുമാനിക്കുന്നു, മനസ്സിലാക്കുന്നു. സ്രോതസ് ഏതാണെങ്കിലും ഒരു വ്യക്തിയുടെ അറിവിലാണ് മതം. പക്ഷെ സുപ്രീം കോടതിയുടെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഡോക്ട്രിൻ? അത് പുരോഹിതരാണ് തീരുമാനിക്കുന്നത്. ആ ബുക്ക് എങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ പ്രവാചകൻ പറഞ്ഞത് എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചില പുരോഹിതരാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഇരുന്ന് പഠിക്കുന്നു, അത് റിസീവ് ചെയ്യുന്നു നമ്മൾ. പക്ഷെ മതം ആ ഡോക്ട്രിനാണ്. രണ്ട്, സുപ്രീം കോടതി പറയുന്നു മതം അല്ലെങ്കിൽ അനുയായികൾ വേണം. അനുയായികൾ ആരാണെന്ന് ഈ പുരോഹിതരാണ് തീരുമാനിക്കുന്നത്. അപ്പം അതിൻ്റെ കൺട്രോളും അവരുടെ കയ്യിലായി. മൂന്ന്, ഈ മോറൽ കോഡ് വേണം. ആരാണ് മോറൽ കോഡ് തരുന്നത്? പുരോഹിതരാണ് മോറൽ കോഡ് തരുന്നത്. മൂന്ന്. നാല്, ആചാരങ്ങൾ വേണം. ആചാരങ്ങൾ എന്താണ്? ആരാണ് തീരുമാനിക്കുന്നത്? പുരോഹിതരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഡെഫിനിഷൻ എനിക്ക് വേണ്ട സാർ. സുപ്രീം കോടതിയുടെ ഡെഫിനിഷൻ, വളരെ നന്ദി, താങ്ക് യു സാർ. സുപ്രീം കോടതിയുടെ ഡെഫിനിഷൻ ഈ മതത്തിന്റെ കൺട്രോൾ മുഴുവൻ പുരോഹിതർക്ക് കൊടുക്കുകയാണ്. അത് സർപ്രൈസിങ് അല്ല. എന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും ബ്രാഹ്മണ സമുദായത്തിൽ നിന്നും വരുന്ന ഒരു ജഡ്ജിമാരുടെ ഒരു ആധിപത്യം എപ്പോഴും ഈ ജുഡീഷ്യറിയിലുണ്ട്. അപ്പം നാച്ചുറലി അവർ അങ്ങനെ കാണുകയുള്ളൂ. അവരൊരു തെറ്റായി ദുരുദ്ദേശമല്ല, അവരുടെ സങ്കല്പം അങ്ങനെയാണ്. പക്ഷെ അതൊരു സൈഡിൽ വെച്ചിട്ട് മതത്തിന്റെ ഗുരുദേവന്റെ സങ്കല്പം നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു റെവല്യൂഷണറി സങ്കല്പമാണ്. ഗുരുദേവൻ പറയുന്ന ഞാൻ ആരാണ്, എന്താണ് ദൈവം, എന്താണ് ആചാരം, ഞാൻ ആരുടെ അനുയായിയാണ്, എന്താണ് മോറൽ കോഡ്, ഇതൊക്കെ ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്ന, അത് മാത്രമേ ഉള്ളൂ റിയാലിറ്റി ഓഫ് റിലിജൻ. വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം സോഴ്സസ് ആണ്. പക്ഷേ എൻ്റെ മതം എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. അഭിപ്രായമാണ് എൻ്റെ മനസ്സിലാണ്, എൻ്റെ മനസാക്ഷിയിലാണ് ഈ മതം അധിഷ്ഠിതം എന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം എന്നിട്ട് ഗുരുദേവൻ പറയുന്നു മതത്തിൻ്റെ, അത് ആലുവ സർവമത സമ്മേളനം, അത് കുറച്ച് മാസങ്ങൾ, ഈ സംവാദത്തിൻ്റെ കുറച്ച് മാസങ്ങൾ മുമ്പാണ് ആലുവ സർവമത സമ്മേളനം നടന്നത്. അവിടെ ഗുരുദേവൻ പറയുന്നു, ഇതെല്ലാം കേട്ടിട്ട് അവസാനം 3-4 വാക്കുകളെ ഗുരുദേവൻ പറയുന്നുള്ളൂ. ഗുരുദേവൻ പറയുന്നു മതത്തിൻ്റെ പേരിൽ എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അതായത് എല്ലാ വ്യക്തികളുടെയും എല്ലാ മനുഷ്യരുടെയും ആധ്യാത്മിക ഉദ്ദേശം ഒന്ന് തന്നെയാണ്. എന്താണത്? ഏതെങ്കിലും ഒരു സങ്കല്പം, ഒരു ആധ്യാത്മിക സങ്കല്പവും അതിൻ്റെ ഒരു റിയലൈസേഷൻ, അതെന്തായാലും അതിൻ്റെ ഒരു റിയലൈസേഷനാണ് എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം. അത് അങ്ങനെ ആയതിനാൽ മതങ്ങൾ തമ്മിൽ ക്ലേശിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് ഗുരു പറയുന്നു. അപ്പോൾ വെറും മതപരമായി ഇങ്ങനെ മതത്തിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതവും തമ്മിൽ ക്ലേശിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ഗുരുദേവൻ ആലുവയിലും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മതം അഭിപ്രായമാണെങ്കിൽ ഗുരുദേവൻ സോക്കോൾ ഹിന്ദു മതത്തിനെ കുറിച്ച് പറയുന്നു. ആദ്യം ഗുരുദേവൻ പറയുന്നു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. ഈ സംവാദത്തിൽ ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. അത് എന്തുകൊണ്ട് പറയുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഗുരുദേവൻ പറയുന്നു ഹിന്ദു എന്ന് വെച്ചാൽ ആദ്യം പുറത്തുള്ള ആൾക്കാർ ഈ ഹിന്ദുസ്ഥാനത്തിൽ വസിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്ന ഒരു പേരായിരുന്നു. ഇപ്പോൾ ഗുരുദേവൻ പറയുന്നത് 11 മതങ്ങളുടെ പൊതുപ്പേരാണ് ഹിന്ദു എന്ന് പറയുന്നത്. ആ 11 മതങ്ങളെ ഗുരുദേവൻ ലിസ്റ്റ് ചെയ്യുന്നു. വൈദിക മതം, പൗരാണിക മതം, ശൈവ മതം, വൈഷ്ണവ മതം, ദ്വൈത മതം, അദ്വൈത മതം, വിശിഷ്ട അദ്വൈത മതം, ശാക്തേയ മതം, വൈശേഷിക മതം, മീമാംസ മതം, സാഖ്യമതം. 11 മതങ്ങളെ ഗുരുദേവൻ ലിസ്റ്റ് ചെയ്യുന്നു. ഈ 11 മതങ്ങളുടെയും പൊതുപ്പേരാണ് ഹിന്ദു എന്ന് പറയുന്നു.
ഈ 11 മതങ്ങൾ ഗുരുദേവൻ പറയുന്നു 11 മതങ്ങളുടെ തമ്മിൽ സാമാന്യതകളുണ്ട്, പക്ഷേ വലിയ വിഭിന്നതകളുമുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ സെമിറ്റിക് മതങ്ങളെ കുറിച്ച് ഒന്ന് കമ്പയർ ചെയ്യാം. ഈ 3 മതങ്ങൾ, ജൂയിഷ് മതം, ക്രിസ്ത്യൻ മതം, മുസ്ലിം മതം, ഈ 3 മതങ്ങളുടെ പൊതുപ്പേരാണ് സെമിറ്റിക് എന്ന് പറയുന്നത്. ഈ 3 മതങ്ങൾ തമ്മിൽ സാമാന്യതകളുണ്ട്. 3 മതങ്ങളും ഓൾഡ് ടെസ്റ്റ്മെന്റിനെ അംഗീകരിക്കുന്നു, മോസസിനെ അംഗീകരിക്കുന്നു. പക്ഷെ അവർ തമ്മിൽ ഇറിക്കൺസീലിയബിൾ ആയിട്ടുള്ള വിഭിന്നതകളുമുണ്ട്. ജീസസ് ഒരു സൺ ഓഫ് ഗോഡ് ആണെന്ന് ക്രിസ്ത്യൻസും ജ്യൂസും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മുഹമ്മദ് ഒരു പ്രോഫറ്റ് ആണ് എന്ന് ക്രിസ്ത്യൻസും ജ്യൂസും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അക്സെപ്റ്റ് ചെയ്യാതെ ഈ മതങ്ങളിൽ നമുക്ക് മെമ്പറാകാൻ ഒക്കില്ല. അപ്പം ഈ എല്ലാ മതങ്ങളിലും ഞാൻ ഈ 3 മതങ്ങളിലും പെടുന്നു എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മതത്തിൽ പെടണം. പക്ഷെ സെമിറ്റിക് ഒരു മതമല്ല. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മിസ്റ്റർ ഘോഷ് ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ ഒരു LDF UDF എന്ന് പറഞ്ഞാൽ ഇത് പാർട്ടികളുടെ ഒരു ഗ്രൂപ്പാണ്. അത് പാർട്ടിയല്ല, പൊളിറ്റിക്കൽ പാർട്ടിയല്ല, ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ഈ സെമിറ്റിക് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, മതമല്ല. അതുപോലെ തന്നെ ഹിന്ദു എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, മതമല്ല എന്നാണ് ഗുരുദേവൻ വ്യക്തമായി പറയുന്നത്. ഈ ഗ്രൂപ്പിൽ പെടുന്ന 11 മതങ്ങൾ, ഈ 11 മതങ്ങൾ നമ്മൾ നോക്കിയാൽ ഇതെല്ലാം ആര്യൻ ബ്രാഹ്മണ മതങ്ങളാണ്. ഇതിൽ അദ്വൈതവും വരുന്നു. അപ്പൊ ഗുരു അദ്വൈതനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇനി ഞാൻ ഒരു മതത്തിന്റെ ഭാഗമല്ല എന്ന് ഗുരു പറഞ്ഞു. അപ്പൊ ഗുരു പറയുന്നതെല്ലാം വളരെ 100% വ്യക്തവും സത്യസന്ധവുമാണ്. അപ്പൊ ഗുരു അദ്വൈതനല്ല. ആണെങ്കിൽ ഗുരു ഇത് മതമാണെന്നും ഞാൻ ഒരു മതത്തിലും പെട്ടിട്ടില്ല എന്നും ഗുരു പറയില്ലായിരുന്നു. അപ്പൊ ഈ 11 മതങ്ങളെ ഗുരു ലിസ്റ്റ് ചെയ്തിട്ട് പറയുന്നു ഇത് മതങ്ങളാണ്. അപ്പൊ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്. ഇത് മതങ്ങളാണ്, ഇതിൽ ആധ്യാത്മികതയുണ്ട്, ഇതിന് ഓരോ അപ്രോച്ചുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? ഇത് ഗുരു പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ മതങ്ങളിൽ, ഈ 11 മതങ്ങൾക്കും നമുക്ക് ഇടമില്ല. ഈ 11 മതങ്ങളിലും ഇത് അവരുടെ മതങ്ങളാണ്. ഇപ്പൊ പാർസി മതത്തിനെടുക്കുക. പാർസിയായി ജനിച്ചാലേ പാർസി മതത്തിന്റെ അംഗമാകാൻ ഒക്കുള്ളൂ. പാർസിയായി ജനിച്ചാലേ പാർസിയുടെ അമ്പലത്തിൽ പോകാൻ ഒക്കുള്ളൂ, അവരുടെ ടവർ ഓഫ് സൈലൻസിൽ പോകാൻ ഒക്കുള്ളൂ. ഞാൻ അവിടെ ചെന്നാൽ പറയും നിങ്ങൾ പാർസിയല്ല, നിങ്ങൾ ഇവിടെ കയറാൻ ഒക്കില്ല എന്ന് പറയും. നമുക്ക് ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ല. പക്ഷെ നാളെ പാർസി പറയുന്നു നീ ആക്ച്വലി പാർസിയാണ്, നിനക്കറിയില്ല, പക്ഷെ നീ പാർസിയാണ്. ഞങ്ങൾ പറയുന്ന ആചാരങ്ങളെ നിങ്ങൾ അനുഷ്ഠിക്കാൻ പാടുള്ളൂ. ഞങ്ങളാണ് നിങ്ങളുടെ അവസാനത്തെ അതോറിറ്റി. ഓക്കെ, ശരി, ഞാൻ പാർസിയാണ്, ഞാൻ പാർസി ടെമ്പിളിൽ പോകുന്നു. നിനക്ക് കയറാൻ ഒക്കില്ല ഇവിടെ, നീ പാർസിയായിട്ട് ജനിച്ചിട്ടില്ല. പാർസിയായി ജനിച്ചവർക്ക് നീ കയറാൻ, പക്ഷേ കോമ്പൗണ്ടിൽ വെളിയിൽ നിൽക്കണം. ഈ പൂജാ റൂമിനകത്ത് ഈ സാങ്ക്ടം സാങ്ക്ടോറത്തിൽ നിനക്ക് കയറാൻ ഒക്കില്ല. അത് പാർസിയായിട്ട് ജനിച്ചവർക്കേ കയറാൻ ഒക്കുള്ളൂ. നിനക്ക് പൂജ ചെയ്യാൻ ഒക്കില്ല. ഒരു 27 ഫെബ്രുവരി ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ശബരിമല മേൽശാന്തിയാകാൻ ബ്രാഹ്മണനായി ജനിക്കുന്നവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ ഒക്കുള്ളൂ എന്ന് കേരള ഹൈക്കോടതി തീരുമാനിച്ചു. ഞാൻ ആ കേസ് വാദിച്ചു, തോറ്റു. ഞാനിപ്പോൾ അത് സുപ്രീം കോടതിയിൽ പോവാണ് സ്പെഷ്യലി പെറ്റീഷനായിട്ട്. നമ്മൾ പറഞ്ഞ വാദങ്ങളൊന്നും കരുതിയില്ല. ഒരു ടെക്നിക്കൽ റീസൺ, അത് ശരിയായിട്ടുള്ള റീസൺ അല്ല. പ്ലീഡിങ്സ് ഉണ്ടായിരുന്നു, പക്ഷേ പ്ലീഡിങ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ വാദം കരുതിയില്ല. ഇക്വാളിറ്റിയുടെ എതിരാണ്, ആർട്ടിക്കിൾ 14, 15, 16 എതിരാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് കുറെ ബ്രാഹ്മിൻ പാർട്ടീസ് ഉണ്ടായിരുന്നു. ഒരൊറ്റ ബ്രാഹ്മിൻ പാർട്ടിയും പോലും പറഞ്ഞില്ല ബ്രാഹ്മണൻ കർമ്മണ ആകുന്നതാണെന്ന്. ആരും പറഞ്ഞില്ല. നമ്മളോട് എപ്പോഴും പറയും കർമ്മണ ബ്രാഹ്മൺ. കോടതിയിൽ ശബരിമല മേൽശാന്തി ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ള വാദം വന്നപ്പോൾ കർമ്മണ ബ്രാഹ്മണന് അപ്ലൈ ചെയ്യാമെന്ന് ആരും സമ്മതിച്ചില്ല, ആരും വാദിച്ചില്ല. മറിച്ച് ബ്രാഹ്മണനായി ജനിക്കണം, എന്നാലേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു റൂളുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഞാൻ അപ്പിയർ ചെയ്തത്? 2 ഈഴവ ശാന്തിമാർക്ക് വേണ്ടിയാണ്, പാവപ്പെട്ട ഈഴവ ശാന്തിമാർ. ഇതിലൊരു ശാന്തി മിസ്റ്റർ സിജിത്ത്, 2 പേരും വളരെ പ്രഗത്ഭരായിട്ടുള്ള മേൽശാന്തികളാണ്, 10-20 വർഷമായിട്ട്. അതിൽ മിസ്റ്റർ സിജിത്ത് ജനിക്കുന്നത് ഒരു ഫാമിലിയിലാണ്. അച്ഛൻ കമ്മ്യൂണിസ്റ്റാണ്,
അദ്ദേഹം അമ്പലത്തിൽ വിശ്വസിക്കില്ല. പക്ഷേ ഈ അമ്മയും ഭാര്യയും മകനെയും അമ്പലത്തിൽ കൊണ്ടുപോകും, വെളിയിൽ വെയിറ്റ് ചെയ്യും. അങ്ങനെ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയി 15 വയസ്സായപ്പോഴത്തേക്ക് ഭക്തി ഉണ്ടായി. ബാക്കി കുട്ടികളെല്ലാം മറ്റ് പാത തേടിയപ്പോൾ സിജിത്ത് പറഞ്ഞു എനിക്ക് ശാന്തിയാകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ശാന്തിയായി BA MA വരെ സംസ്കൃതത്തിലും ഈ തന്ത്രത്തിലും എല്ലാം ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നേടി. അത് കഴിഞ്ഞ് കുറേ വർഷം ആയി ശാന്തിയായി, ഇപ്പം മേൽശാന്തിയായി. ഇദ്ദേഹം കർമ്മണ ബ്രാഹ്മൺ അല്ലെങ്കിൽ പിന്നെ ആരാണ് കർമ്മണ ബ്രാഹ്മൺ? പക്ഷേ ഒരു ഈഴവ അമ്മയുടെ വൂമ്പിൽ ജനിച്ചുപോയി. അതുകൊണ്ട് 2024 ശബരിമല മേൽശാന്തിയായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ ഇത് അവരുടെ മതമാണ്, നമ്മുടെ മതമല്ല, എൻ്റെ മതമല്ല. പാർസി പറയുന്നു നിനക്ക് എൻ്റെ അമ്പലത്തിൽ കയറാൻ ഒക്കില്ല എന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ മതമാണ്, നിന്റെ മതമല്ല. പല വളരെ സക്സസ്ഫുൾ ആയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് പല യുവ ബ്രാഹ്മണരും ന്യൂയോർക്കിൽ പോയി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ കൊച്ചു കൊച്ചു അമ്പലങ്ങളിൽ ശാന്തിമാരാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ അമ്പലങ്ങളിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നു. പക്ഷെ പത്മനാഭ ടെമ്പിൾ ആയാലും ഗുരുവായൂർ ടെമ്പിൾ ആയാലും ഈ ഏറ്റവും പോപ്പുലറും ഏറ്റവും റിസോഴ്സസും കിട്ടുന്ന ശബരിമല ടെമ്പിളിലും ഈ ടെമ്പിൾസിലൊക്കെ ഇപ്പോഴും അവരുടെ ഒരു മൊണോപ്പൊളിയാണ്. മലയാള ബ്രാഹ്മണന് മാത്രമേ ആകാൻ പാടുള്ളൂ എന്നാണ്. കാരണം എന്താണ്? ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇത് ഈ 11 മതങ്ങളിൽ പെട്ട മതമാക്കി കഴിഞ്ഞു. 11 മതങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നു. ഈ ഗുരു പറഞ്ഞ 11 മതങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് 11 റിലിജൻസിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് അവരുടെ മതമാക്കി. ഇപ്പം നമ്മുടെ മതമല്ല. അപ്പം ഈ ഗ്രൂപ്പ് ഓഫ് 11ന്റെ പ്രശ്നം, നമുക്കൊരു ഓപ്പോസിഷനും ഇല്ല, നമുക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. പക്ഷേ ഈ ഗ്രൂപ്പ് ഓഫ് 11 മതങ്ങൾ അവർക്ക് അവരുടെ ഈ പാർസി മതം പോലെ അവരുടെ മതമാണ്. അവർക്ക് ഇഷ്ടമുള്ള പോലെ ആചരിക്കാനും വിശ്വസിക്കാനും അവർക്ക് എല്ലാ അധികാരമുണ്ട്. പക്ഷെ ഇത് നമ്മളുടെ മതമല്ല, നമുക്കവിടെ ഇടമില്ല എന്ന് നമുക്ക് മനസ്സിലാകണം. 2, ഗുരു പറയുന്നു ഈ 11 മതങ്ങൾ മാത്രം ഒരു പൊതുപ്പേര് കൊടുത്തിട്ട് ബാക്കി മതങ്ങളെ പുറത്താക്കി അപരവൽക്കരിക്കാമെങ്കിൽ അതിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ 11 മതങ്ങളുടെ ഒരു പൊതുപ്പേരല്ല, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുപ്പേരാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ 11 മതങ്ങൾ മാത്രമാണ് ഒരു ഗ്രൂപ്പ്, അത് ഹിന്ദുവാണ്. അപ്പൊ ഹിന്ദു അല്ലാത്തവൻ അപരനായി കഴിഞ്ഞു. ആദ്യം നമ്മൾ അപരരായി. ഇപ്പോൾ നമ്മളെ ഈ ഈ പാർസി അമ്പലം പോലെ നമുക്ക് പുറത്ത് നിൽക്കാം, അകത്ത് മേൽശാന്തിയാകാൻ ഒക്കില്ല. ശബരിമലയിൽ പുറത്ത് നിൽക്കാം. അപ്പൊ നമ്മൾ അപരന്മാരാണ്. അതെനിക്ക് കോടതിയിൽ വളരെ വ്യക്തമായി. നമ്മൾ അപരന്മാരാണ് ഈ ഹിന്ദു മതത്തിൻ്റെ ഉള്ളിൽ. മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരും അപരന്മാരാണ്. അപ്പൊ അപരത്വം ഉണ്ടാക്കുക, ശത്രുത ഉണ്ടാക്കുക, ശത്രുക്കളായി മാറ്റുക. ഇതാണ് ഗുരു പറയുന്നത് വളരെ വളരെ അപകടകരമാണ് എന്ന് ഗുരു സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് പ്രതിവിധി എന്താണ്? ഗുരു പറയുന്നു ഈ 11 വലിയ വിഭിന്നതകളും ചില സാമാന്യതകളുമുള്ള 11 മതങ്ങളെ ഒരു പൊതുപ്പേര് കൊടുക്കാമെങ്കിൽ എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശ്യം ഒന്നായതുകൊണ്ട് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുപ്പേര് എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാ? അപ്പൊ പിന്നെ ആരെയും അപരവൽക്കരിക്കില്ല നമ്മൾ. അതാണ് ഗുരു പറയുന്ന ഏകമതം എന്നോ ലോകമതം എന്നോ മാനവധർമ്മം എന്നോ എന്തുകൊണ്ട് പറഞ്ഞൂടാ? മാനവധർമ്മം എന്ന് പറയുന്ന ഒരു മതമല്ല, ഒരു പൊതുപ്പേരാണ്. എൻ്റെ മതം എന്താണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ധർമ്മമാണ് എൻ്റെ മതം. പക്ഷെ ആ മതം എന്ത് പൊതുപ്പേരിന്റെ ഭാഗമാണ്? ഹിന്ദുവിന്റെ പൊതുപ്പേരിന്റെ ഭാഗമാകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് ശ്രീനാരായണ ഗുരു സ്വയം പറഞ്ഞു. അപ്പൊ എൻ്റെ മതമായ ശ്രീനാരായണ ധർമ്മം ഈ ഹിന്ദു എന്ന പൊതുപ്പേരിൽ പെടാൻ പറ്റില്ല.
പിന്നെ ഏത് പൊതുപ്പേരിലാണ് പെടേണ്ടത്? മാനവധർമ്മം എന്നുള്ള പൊതുപ്പേരാണ്. എന്ന് വെച്ചാൽ അത് മതത്തിനോടുള്ളൊരു സമീപനമാണ്. അപ്പൊ ഇതിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഗുരു പ്രശ്നവൽക്കരിക്കുന്നത് ആരുടെയും വിശ്വാസത്തിനെ അല്ല. ഗുരു പറയുന്ന മതം എന്ന് വെച്ചാൽ അഭിപ്രായമാണ്. അഭിപ്രായം വരുന്നത് വ്യക്തിപരമായ വിശ്വാസത്തിൽ നിന്നാണ്. ഗുരു പറയുന്ന സദാചാരം പുലർത്തിയാൽ നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാം. ഗുരുവിന് ആർക്കും വിശ്വാസം കൊടുത്തില്ല, ആർക്കും വിശ്വാസം പഠിപ്പിച്ചില്ല. നമുക്കറിയാം, രണ്ട് ആൾക്കാർ പ്രത്യേകം ദിവസങ്ങളിൽ ഗുരുവിൻ്റെ അടുത്ത് വന്ന് കുട്ടിച്ചാത്തന് എഴുത്ത് തരണം, കുട്ടിച്ചാത്തൻ എന്നെ ശല്യം ചെയ്യുന്നു എന്ന് പറയുന്നു. ഗുരു ഒരു കടലാസ് എഴുതി, ശ്രീ കുട്ടിച്ചാത്തൻ അറിയുന്നതിന് ഇന്നാരെ ശല്യപ്പെടുത്തരുതേ എന്ന് ഗുരു എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഒരാൾ ഗുരുദേവനോട് ചോദിക്കുന്നു, ഗുരുദേവൻ ഇതിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഗുരുദേവൻ പറയുന്നു അദ്ദേഹത്തിന് വിശ്വാസമുണ്ടെന്ന് പറയുന്നു. അത് ആരെയും ദ്രോഹിക്കാത്ത വിശ്വാസമാണ്. ദ്രോഹിക്കുന്ന അന്ധവിശ്വാസങ്ങളെയാണ് ഗുരുദേവൻ മറ്റുള്ളവരെ തെറ്റ് ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളെ ഗുരു തടയുന്നു. പക്ഷെ ആരെയും ദ്രോഹിക്കാത്ത വിശ്വാസം. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഈ വിശ്വാസങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ ഗുരുദേവൻ പറയുന്നത് മതം അഭിപ്രായമാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ മതങ്ങളെയും ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാവരും പഠിക്കണം എന്നാണ് ഗുരു പറയുന്നത്. പഠിച്ചിട്ട് അതിൽ കാണുന്ന നന്മ നമ്മൾ ഉൾക്കൊള്ളണം, സ്നേഹപൂർവ്വം അത് പങ്കുവെക്കണം എന്നാണ് ഗുരു പറയുന്നത്. അത് പഠിക്കുന്നത് ഈ പുസ്തകങ്ങൾ മാത്രമല്ല, വ്യക്തികളിൽ നിന്നും. ഇപ്പോൾ ഒരു റഹീം എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ ബേസിസിൽ നിങ്ങളുടെ മതം ഇതാണെന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യരുത്. റഹീമിനായിട്ട് ഇരുന്ന് സംസാരിക്കണം. നിങ്ങളുടെ മതം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പഠിക്കണം എല്ലാ മതങ്ങളും. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത് ഞാൻ ക്രിസ്ത്യൻ ആയിക്കഴിഞ്ഞു എന്ന് പറയുന്നു, ഞാൻ ബുദ്ധിസ്റ്റ് ആണെന്ന് പറയുന്നു, ഇസ്ലാമുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. എന്താണ്? ഗുരുദേവൻ ഇതെല്ലാം ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിച്ച് അതിൽ കണ്ട നന്മ എല്ലാം ഉൾക്കൊണ്ടു. പക്ഷെ ഗുരുദേവന്റെ വിശ്വാസം എന്താണ് ആരോടും പറഞ്ഞിട്ടില്ല. ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എന്നുവെച്ചാൽ വിശ്വാസമല്ല ഗുരുദേവന്റെ പ്രശ്നം. ഗുരുദേവൻ പിന്നെ എങ്ങനെ പ്രതിഷ്ഠ ചെയ്തു? അതിന്റെ ഉത്തരം നമുക്ക് നടരാജഗുരുവിൽ നിന്ന് കിട്ടുന്നു. നടരാജഗുരു ഇംഗ്ലീഷിലൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൽ നടരാജഗുരു പറയുന്നു, ഈ അരുവിപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ച് വിവരിക്കുന്നു. അതിൽ മാത്രമേ കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ട് ഗുരുദേവൻ ഈ നെയ്യാറിൽ നിന്നും കല്ലെടുത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ആ കല്ലിനെ പൊക്കി പിടിച്ച് കരഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞു എന്ന് കൊട്ടേഷൻ മാർക്കോടുകൂടി നടരാജഗുരുവിന്റെ ബുക്കിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് നടരാജഗുരു ഡോക്ടർ പൽപുവിന്റെ മകനാണ്. നാരായണഗുരുവിനെ സ്വയം അറിയാമായിരുന്നു. ആ സമയത്ത് നടരാജഗുരു ജനിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇവരിൽ നിന്ന് കേട്ട് കാണും. കൊട്ടേഷൻ മാർക്കിൽ ഇട്ടിട്ടാണ് പറയുന്നത്. അപ്പൊ ഗുരു പറയുന്നത് എന്താണ്? പാവപ്പെട്ടവരുടെ ജീവൻ മെച്ചപ്പെടട്ടെ, അവർക്ക് അന്നവസ്ത്രാദികൾ മുട്ടാതെ വരട്ടെ, ഇവരെതിരെയുള്ള ഈ അതിക്രമങ്ങൾ നിൽക്കട്ടെ. ഗുരുദേവൻ പാവപ്പെട്ടവരുടെ വേദനയെ പ്രതിഷ്ഠാ മന്ത്രമാക്കി മാറ്റുകയാണ് അരുവിപ്പുറത്ത്. നടരാജഗുരു പറയുന്നു, അവിടെ നിന്ന ആൾക്കാർ, ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, നമ്മൾ എപ്പോഴും വായിക്കുന്ന ഭക്തിയോട്, ഗുരുദേവനോടുള്ള ഭക്തിയോടുകൂടിയാണ് നിന്നത്. നടരാജഗുരു പറയുന്ന അങ്ങനെയല്ല. ഈ യുവസ്വാമിയെ കുറിച്ച് സംശയമായിരുന്നു ഇവരുടെ മനസ്സിൽ നിന്നാണ്. എന്തായിരുന്നു? ഇന്നലെ വരെ നമ്മളോട് ശിവൻ വെറും ഒരു മനുഷ്യനാണ്, ശിവൻ ഒരു ദൈവമല്ല, തലയിൽ വെക്കുന്നത് ചീർപ്പാണ്, അല്ലാതെ ചന്ദ്രക്കലയല്ല, ഒരു പ്രിയപ്പെട്ട ഒരു ഗോത്രവർഗത്തിന്റെ നേതാവാണ് എന്ന് ഞങ്ങളോട് പറയുന്ന ഈ യുവസ്വാമി ശിവപ്രതിഷ്ഠ നടത്തുകയാണ്. ഇതിൽ ആത്മാർത്ഥതയുണ്ടോ എന്നുള്ള സംശയമാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്നാണ് നടരാജഗുരു പറയുന്നത്. അപ്പൊ ഗുരുദേവൻ അരുവിപ്പുറം മുതൽ അവസാനം വരെ എന്താണ് ചെയ്തത്? മറ്റുള്ള വ്യക്തികളുടെ വിശ്വാസങ്ങളെ സപ്പോർട്ട് ചെയ്തു, അതിന് വഴി തെളിച്ചു കൊടുത്തു. എല്ലാവരും അവരവരുടെ വിശ്വാസം നിലനിർത്തണം എന്നുള്ള വിശ്വാസമാണ് ഗുരുവിൻ്റെ വിശ്വാസം.
അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും ആര് വന്നും ഒരു അമ്പലം വേണമെന്ന് പറഞ്ഞാൽ ഗുരു ചോദിക്കുന്ന എന്ത് അമ്പലം വേണം, ഏത് പ്രതിഷ്ഠ വേണം, അത് ഉണ്ടാക്കി കൊടുക്കുന്നു ഗുരു. ഒരിടത്തും ഗുരു പോയി പറയുന്നില്ല ഞാൻ എൻ്റെ വിശ്വാസം ഇതാണ്, അതുകൊണ്ട് ഈ പ്രതിഷ്ഠ ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് ചെയ്യും. ഞാനിപ്പോഴും ഒരു ഉദാഹരണം പറയും. ക്ലാസ്സിൽ ഞാൻ വളരെ വയസ്സായ ഒരാളാണ്, പക്ഷേ ഇപ്പോഴും ഈ സിറ്റുവേഷൻ മാറിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് എല്ലാ ക്ലാസ്സിലും ഒരു നല്ല കവിതയൊക്കെ എഴുതുന്ന ഒരു പയ്യനുണ്ടായിരിക്കും, ബാക്കി കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ 3-4 കുട്ടികൾക്ക് ഏതെങ്കിലും പെൺകുട്ടികളായിട്ടൊരു പ്രേമം തോന്നുകയാണെങ്കിൽ ഈ കവിത എഴുതാൻ കഴിവുള്ള പയ്യൻ്റെ അടുത്തൊന്ന് പറയും, ഒരു പ്രേമലേഖനം എനിക്ക് എഴുതി തരണം, അല്ലെങ്കിൽ ഒരു കവിത എനിക്ക് എഴുതി തരണം എന്ന് പറയും. ഇയാൾ എഴുതി കൊടുക്കും. ഏമയുടെ പേരിലും പ്രേമയുടെ പേരിലും വേറെ ഏത് കുട്ടികളുടെ പേരിൽ എഴുതി കൊടുക്കും. എഴുതി കൊടുത്തിട്ട് ഈ കുട്ടികൾ ഈ മറ്റു കുട്ടികൾ അവരെ സ്നേഹിക്കുന്ന കുട്ടികൾക്ക് അത് കൊടുക്കും. പക്ഷെ ഈ കവി ഇവരെല്ലാം സ്നേഹിക്കുന്നു നമുക്ക് പറയാൻ നോക്കൂ? കവിയുടെ കപ്പാസിറ്റി ഉപയോഗിച്ച് പ്രേമലേഖനം എഴുതി കൊടുക്കുകയാണ്. കവിക്ക് അവരോട് സ്നേഹമില്ല, പക്ഷേ മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി വഴിതെളിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സ്നേഹമുണ്ട്, ആ കുട്ടിക്ക് നിന്നോട് സ്നേഹമുണ്ട്, നിനക്ക് ആ കുട്ടിയോട് സ്നേഹമുണ്ട്, ഞാൻ നല്ലൊരു ലേഖനം എഴുതി തന്നാൽ അത് നല്ലൊരു ബന്ധമായി അവസാനിക്കട്ടെ, തീരട്ടെ, അനുഗ്രഹിച്ച് അതിന് ഒരു വഴി തെളിച്ചു കൊടുക്കുകയാണ്. അതുപോലെയാണ് ഗുരു എന്ന് പറയും, ഞാൻ സുബ്രഹ്മണ്യത്തെ സ്വാമിയെ സ്നേഹിക്കുന്നു. നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഗുരുവിനോട് പറയുന്നു ഞാൻ ദേവിയെ സ്നേഹിക്കുന്നു, ഞാൻ ശിവനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിന് ഗുരു വഴിതെളിച്ചു കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ദൈവമായിട്ടുള്ള ഗുരു കണ്ട റിലേഷൻഷിപ്പ് സ്നേഹമാണ്, ഭയമല്ല, പേടിയല്ല, ഭീതിയല്ല, സ്നേഹമാണ്. ആ സ്നേഹത്തിന് വഴിതെളിച്ചു കൊടുക്കുകയാണ് ഗുരു. ഗുരു പറഞ്ഞു, ആരെങ്കിലും ഞാൻ അള്ളാവിനെ സ്നേഹിക്കുന്നു, എനിക്കൊരു മോസ്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മോസ്ക് ഉണ്ടാക്കി കൊടുത്തേനെ. ആരെങ്കിലും ഞാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ഒരു ചേർച്ച് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തേനെ. പക്ഷെ ഗുരുദേവൻ എല്ലാവരുടെയും സദാചാരം പുലർത്തുന്ന വിശ്വാസങ്ങൾ, വ്യക്തിയുടെ വിശ്വാസങ്ങൾ ആയിരിക്കണം ഏറ്റവും സുപ്രീം എന്ന് ഗുരു പറയുന്നു. അതോടുകൂടി അവസാനിക്കുന്നത് എന്താണ്? പൗരോഹിത്യ മേധാവിത്വമാണ് അവസാനിക്കുന്നത്. ഈ ബ്രാഹ്മണ മതങ്ങളിൽ ദൈവങ്ങൾ മാറുന്നു, ഹോളി ബുക്സ് മാറുന്നു. ഇന്നലെ വരെ ആരും ശ്രദ്ധിക്കാത്ത ഭഗവത്ഗീത ഇന്നൊരു ഹോളി ബുക്കായി മാറി. ആരും ശ്രദ്ധിക്കാത്ത രാമായണ ഒരു വലിയൊരു സീക്രട്ട് ബുക്കായി മാറി. അവര് ദൈവങ്ങളെ മാറ്റുന്നു, പുസ്തകങ്ങളെ മാറ്റുന്നു. ഈ 11 മതങ്ങളുടെ ഒരൊറ്റ മെയിൻ പ്രിൻസിപ്പിൾ എന്താണ്? ബ്രാഹ്മണനായി ജനിക്കുന്നവന് മാത്രമേ സത്യം അറിയാവുള്ളൂ. ബ്രാഹ്മണനായി ജനിക്കുന്നവന് മാത്രമേ അധികാരം ഉള്ളൂ, വേറെ ആർക്കും അധികാരമില്ല. ഇതാണ് ഹിന്ദുയിസത്തിന്റെ കോർ പ്രിൻസിപ്പിൾ. എല്ലാം തീരുമാനിക്കേണ്ടത് ബ്രാഹ്മണൻ മാത്രമാണ്. ഈയിടെ ഞാൻ ഒറീസയിൽ നിന്നുള്ളൊരു മലയാളി ക്രിസ്ത്യനെ കണ്ടു. അയാൾ പറഞ്ഞു, എനിക്ക് വലിയ ബിസിനസ് പ്രശ്നങ്ങളൊക്കെ ആയി, ഒറീസയിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത്, എന്ത് പ്രശ്നം വന്നാലും ഏതെങ്കിലും ഒരു ബ്രാഹ്മണനെ, ഒരു ചായക്കട നടത്തുന്ന ബ്രാഹ്മണായിരിക്കും, ഏതെങ്കിലും ഒരു ബ്രാഹ്മണനെ കണ്ട് ചോദിക്കണം, എനിക്ക് ഈ പ്രശ്നമുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കന്യകയായിട്ടുള്ള ഒരു ബ്രാഹ്മൺ കുട്ടിക്ക് ഇത്രയും സ്വർണം കൊടുക്കണം, എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും. ഞാനത് ചെയ്തു. എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നൊരു മലയാളി ക്രിസ്ത്യൻ എന്നോട് പറഞ്ഞാണ്. അവിടെ എത്രയോ 2-3 തലമുറയായിട്ട് താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു വിശ്വാസം, ദൈവങ്ങളുടെ ദൈവമാണ് ബ്രാഹ്മണൻ. ആകപ്പാടെ ബ്രാഹ്മണരായി ജനിക്കുന്നവർക്ക് മാത്രമേ അധികാരമുള്ളൂ, അറിവുള്ളൂ. അവരല്ലാതെ ആരുടെ അടുക്കെന്നും നമ്മൾ അറിവ് ആർജിക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസം. അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, പക്ഷെ ആ വിശ്വാസമാണ് ഈ ഹിന്ദുത്വത്തിന്റെ കോർ വിശ്വാസം. ആ വിശ്വാസം നമ്മൾ അതുകൊണ്ട് ഗുരു പറയുന്നു, ഈ ഗ്രൂപ്പിനെ കൺഫൈൻ ചെയ്ത് വെച്ചാൽ ഈ ബ്രാഹ്മണ അധികാര ആധിപത്യത്തിന്റെ ഉള്ളിൽ നമ്മൾ പെട്ടുപോകുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഗുരു. പക്ഷേ എല്ലാ മതങ്ങളിലെയും നമ്മൾ ഉൾപ്പെടുത്തിയാൽ പല വിധത്തിലുള്ള മതത്തിനോടുള്ള അപ്രോച്ചുകളും സമീപനങ്ങളിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ചെയ്യാൻ നോക്കും. അപ്പം നമുക്ക് സ്വയം നമ്മുടെ തന്നെ മതം അതിൽ നിന്നും ഉത്ഭവിക്കും.
അത് നമ്മുടെ മതമായിരിക്കും. അതാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്, ശ്രീനാരായണ മാനവധർമ്മം. അപ്പോൾ മാനവധർമ്മത്തിൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ ധാരയത്തി ഇതി ധർമ്മം. ഈ അപ്ഹോൾഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പം ശ്രീനാരായണ മാനവധർമ്മം എന്ന് പറഞ്ഞാൽ അതിന് അപ്ഹോൾഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്താണ്? മതം എന്ന് വെച്ചാൽ അഭിപ്രായമാണ്. ജാതി ഭേദമില്ല, മതദ്വേഷം പാടില്ല. എന്ന് വെച്ചാൽ മതം വ്യക്തിപരമായ അഭിപ്രായമാണ്. ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാം പഠിക്കണം, അതിൽ നന്മ കാണണം, അതിൻ്റെ പേരിൽ വഴക്കിടേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സെക്കൻഡ് പ്രിൻസിപ്പൽ, എല്ലാ മതങ്ങളെയും ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിക്കണം, മതദ്വേഷം പാടില്ല. ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് മാനവധർമ്മം എന്ന് ഗുരുവിൻ്റെ വാക്കാണ് മാനവധർമ്മം എന്ന് പറഞ്ഞത്. പക്ഷെ ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും പ്രസക്തമാണ്, ഈ ലോകത്തുള്ള എല്ലാവർക്കും പ്രസക്തമാണ്. ഇന്ന് ഒരു നാരായണ ഗുരു ഇല്ലാതെ പോയത് കൊണ്ടാണ് ലോകത്ത് പല സ്ഥലങ്ങളിലും മതത്തിൻ്റെ പേരിൽ ഗുരു പറഞ്ഞു മതമല്ല മതമാണ് ഈ സംഘർഷത്തിൻ്റെ പുറകിലുള്ളതെന്ന് ഗുരു പറഞ്ഞു. അപ്പം ഈ മതം കാരണം, ഈ തെറ്റിദ്ധാരണ കാരണം നമ്മൾ സംഘർഷിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ 10-25 കോടി മുസ്ലിംസ്, 20 കോടി മുസ്ലിംസും 4-5 കോടി മറ്റ് മതങ്ങളിലെ ആൾക്കാരുമുണ്ട്. ഇവർ മനുഷ്യരാണ്, നമ്മളെ പോലെ ഇന്ത്യൻസാണ്. സ്വാഭിമാനവും സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടനയിൽ സമത്വവുമുള്ള ഇന്ത്യൻസാണ്. നമ്മുടെ കൾച്ചർ, ഇന്ത്യൻ കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. 20 കോടി ജനങ്ങളെ അല്ലെങ്കിൽ 25 കോടി ജനങ്ങളെ അടിച്ചമർത്താൻ ചരിത്രത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല, സാധ്യമല്ല. അത് ശ്രമിച്ചാൽ നമ്മൾ വലിയ സംഘർഷത്തിലേക്ക് പോവുള്ളൂ, നമ്മൾ ഇല്ലാതാകും. അപ്പൊ ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഈ ഗുരുദേവൻ പറഞ്ഞതുപോലെ മാനവധർമ്മം എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്ത് ആരെയും അപരവൽക്കരിക്കാത്ത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന, എല്ലാ മതങ്ങളിൽ നിന്നും അതിൻ്റെ നന്മ തേടി നമ്മൾ കാണുന്ന നന്മ ഉൾക്കൊള്ളുന്ന ഒരു മതത്തിനോടുള്ള സമീപനമാണ് നമുക്ക് വേണ്ടത്. ഗുരു പ്രശ്നവൽക്കരിച്ചത് വിശ്വാസത്തിനെ അല്ല, മറ്റൊരാളുടെ വിശ്വാസത്തിനെ ഞാൻ എങ്ങനെ സമീപിക്കും, അതിനെയാണ് ഗുരു പ്രശ്നവൽക്കരിച്ചത്. മതസംഘർഷം ഉണ്ടാകുന്നത് വിശ്വാസത്തിൽ നിന്നല്ല, മറ്റൊരു വ്യക്തിയുടെ മതത്തിനോടുള്ള സമീപനത്തിൽ നിന്നാണ് സംഘർഷവും സൗഹാർദ്ദവും ഉണ്ടാകുന്നത്. അതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് മാനവധർമ്മം. അതിൽ എല്ലാവരെയും ഉൾക്കൊള്ളണം, എല്ലാത്തിൽ നിന്നും പഠിക്കണം എന്നുള്ളൊരു അപ്രോച്ച്. സംഘർഷം ഉണ്ടാകരുത്. എന്നാലേ ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് നമുക്ക് മാനവധർമ്മികളായി ജീവിക്കാൻ ഒക്കും. പക്ഷേ ഈ അപരവൽക്കരിക്കുന്ന മതങ്ങളുടെ നമ്മൾ പെട്ടുപോയാൽ ഈ രാജ്യം ഇല്ലാതാകും. നമ്മുടെ കുട്ടികൾക്ക് ഒരു ഭാവിയും കാണില്ല, ഇവിടെ സമാധാനം ഉണ്ടാകില്ല. അപ്പം ഗുരുവിൻ്റെ ഈ ദർശനത്തിൽ കൂടി മാത്രമേ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ ഒക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഗുരുവിൻ്റെ ഈ സംവാദം വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും വായിക്കണം. ഞങ്ങൾ മാനവധർമ്മത്തിന് അധിഷ്ഠിതമായി ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടായ്മയിൽ ഞങ്ങൾ പറയുന്നത്, ഇതോടുകൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യാം, ഏറ്റവും വലിയ മെസ്സേജ് ഞങ്ങൾ പറയുന്നത് ഗുരുവിനെ നേരിട്ട് വായിക്കണം എന്നാണ്. ഈ വ്യാഖ്യാനികൾ എല്ലാവരും വളരെ ബ്രാഹ്മണസത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോയി. അവരെല്ലാം ബ്രാഹ്മണർ പറയുന്നതാണ് പരമസത്യമെന്ന് അതിൽ പെട്ടുപോയി. ബ്രാഹ്മണർ പറയുന്നതിലും പല നല്ല കാര്യങ്ങൾ കാണും, പക്ഷെ അവർക്കൊരു മൊണോപ്പൊളി ഇല്ല. അവർ മനുഷ്യരാണ്, വെറും സാധാരണ മനുഷ്യരാണ്. അപ്പം ആ മൊണോപ്പൊളി ഉണ്ടെന്ന് നമ്മൾ പെട്ടുപോയാൽ അപരവൽക്കരിക്കും. ബാക്കി ആരെയും നമ്മൾ കേൾക്കില്ല, അവരെ തെറ്റാണ്, അവർ ശത്രുക്കളാണ്, അപരന്മാരാണെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ പെട്ടുപോകും. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഞാനും ഇപ്പോൾ ഒരു വ്യാഖ്യാനമല്ല തരുന്നത്, ഗുരുവിൻ്റെ വാക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നമ്മളെല്ലാവരും ഗുരുവിൻ്റെ വാക്കുകൾ നേരിട്ട് വായിക്കണം. അത് ഞാൻ ശ്രീ സുഗതനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ ബുദ്ധിമുട്ടാണ് ഇത് വായിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞു.
കഠിനമാണ്. ഇത് ഗുരുദേവനോട് ഒരിക്കൽ ആരോ പറഞ്ഞു, ഗുരുദേവന്റെ വാക്കുകൾ വായിക്കാൻ ബുദ്ധിമുട്ടാണ്, വ്യാഖ്യാനിക്കണം, ഗുരുദേവൻ തന്നെ വ്യാഖ്യാനിക്കണം. അപ്പൊ ഗുരുദേവൻ മറുപടി പറഞ്ഞു, വ്യാഖ്യാനമല്ല വേണ്ടത്, വായിക്കണം എന്ന് പറഞ്ഞു. ഗുരുദേവൻ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചത് നമ്മുടെ ഭാഷയുടെ നിലവാരം ഉയർത്താൻ വേണ്ടിയാണ്. അത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭാഷയുടെ നിലവാരവും നമ്മുടെ ചിന്തയുടെ നിലവാരം, ഞാൻ വ്യക്തിപരമായി പറയുകയാണ്, ഭാഷയുടെയും ചിന്തയുടെയും ലെവൽ വളരെ വളരെ ഉയർത്താൻ ഒരു പൊട്ടൻഷ്യലുണ്ട്. ഇപ്പം ഞാൻ ശ്രീ സുഗതനോട് പറഞ്ഞു, നമ്മുടെ ഈ വളരെ നല്ല ശാഖയിൽ, ഇത്രയും ഒരു മാതൃകാ ശാഖയിൽ, ഇത്രയും നല്ലൊരു ശാഖയിൽ ഇവിടെ കുടുംബ യൂണിറ്റുകളുണ്ട്. ഈ കുടുംബ യൂണിറ്റുകൾ മീറ്റ് ചെയ്യുമ്പോൾ എല്ലാ യൂണിറ്റിലും എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ ഒരു ഗുരുദേവൻ്റെ ഒരു 3-4 വരികൾ കുട്ടികൾ, ഒരു 15 വയസ്സുള്ള കുട്ടികൾ അതിനെ പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ബാക്കിയുള്ളവരെ പഠിപ്പിക്കണം. അത് ഈ കഠിനമായിട്ടുള്ള വാക്കുകളാണെങ്കിൽ എന്ത് ചെയ്യാം? അപ്പം അതിൽ 2 കാര്യമാണുള്ളത്. ഇന്റർനെറ്റിൽ തന്നെ കിട്ടും, ഈ സന്ധി ബ്രേക്ക് ചെയ്തിട്ട് ഉള്ള അതേ വാക്കുകൾ കിട്ടും. ചിലപ്പോൾ സന്ധി വരുമ്പോൾ നമുക്കിത് എന്താണ് വാക്കെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സന്ധി ബ്രേക്ക് ചെയ്യുന്ന വാക്കുകൾ ഉള്ള വേർഷൻ ഇന്റർനെറ്റിൽ കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഒക്കാത്ത ഒരു വാക്കുണ്ടെങ്കിൽ, സംസ്കൃത വാക്കുണ്ടെങ്കിൽ, മലയാളം വാക്കുണ്ടെങ്കിൽ, ഓൺലൈൻ സംസ്കൃത ഡിക്ഷണറിയിൽ പോവുക, ആ വാക്കിന്റെ പ്ലെയിൻ മീനിങ് മനസ്സിലാക്കുക. ഇപ്പം നിയമ ഫീൽഡിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ്റെ, വ്യാഖ്യാനത്തിൻ്റെ അപ്രോച്ച്, ആദ്യം ഒരു വാക്ക് കണ്ടാൽ അതിൻ്റെ പ്ലെയിൻ മീനിങ്, സാധാരണ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കണം ഡിക്ഷണറിയിൽ. അത് ക്ലിയർ ആണെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് കൊണ്ട് ആവശ്യമില്ല. ഗുരുദേവന് മനസ്സിലാക്കാൻ വേദങ്ങൾ അറിയണ്ട, രാമായണം അറിയണ്ട, മഹാഭാരതം അറിയണ്ട, സംസ്കൃതം അറിയണ്ട. ഗുരുദേവൻ സാധാരണക്കാരനോട് നേരിട്ട് സംസാരിക്കുകയാണ്. ആ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ ആ വാക്കിന്റെ പ്ലെയിൻ മീനിങ് അനുസരിച്ച് നമ്മൾ ഗുരുദേവനെ മനസ്സിലാക്കണം. അപ്പോൾ അത് പ്ലെയിൻ മീനിങ് കണ്ടുപിടിക്കണമെങ്കിൽ ഓൺലൈൻ സംസ്കൃത ഡിക്ഷണറി അല്ലെങ്കിൽ ഈ മലയാളം ഡിക്ഷണറിയിൽ പോയി വായിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ഡിസ്കസ് ചെയ്യണം. കുട്ടികൾ ഈ എക്സസൈസ് ചെയ്താൽ അവരുടെ ഭാഷാ നിലവാരം ഉയരും, അവരുടെ അറിവ് ഉയരും. നാരായണ ഗുരുദേവന്റെ വാക്കുകൾ അവരുടെ ഹൃദയങ്ങളിലും അവരുടെ മസ്തിഷ്കങ്ങളിലും പെർമനൻ്റ്ലി എൻഗ്രേവ്ഡ് ആവും, അവർ തന്നെ ചെയ്യുകയാണെങ്കിൽ. എന്നിട്ട് അവർ നമ്മളെ പഠിപ്പിക്കട്ടെ. ഞാനും ഇരുന്ന് കേൾക്കാം, ഞാൻ കാണാത്ത പല അർത്ഥങ്ങളും അവർ കാണും, ഈ കുട്ടികൾ കാണും. അപ്പം അങ്ങനെ ഒരു 3-4 വരി എല്ലാ യൂണിറ്റ് മീറ്റിങ്ങിലും നമ്മൾ നടത്തിയാൽ എനിക്ക് തോന്നുന്നു ഈ സ്കൂളിൽ കിട്ടുന്ന എഡ്യൂക്കേഷനേക്കാളും ഏറ്റവും വലിയൊരു എഡ്യൂക്കേഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു വ്യാഖ്യാനികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. അതിൽ ഇദ്ദേഹത്തിനെ പോലെ വളരെ നല്ല വ്യാഖ്യാനികൾ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഇദ്ദേഹം തന്നെ സമ്മതിക്കും, അതിൽ മറ്റുദ്ദേശം വെച്ച് നുഴഞ്ഞു കയറിയ കുറേ ആൾക്കാരുമുണ്ട്. അവര് ഉണ്ടെന്ന് അദ്ദേഹം വളരെ ശക്തമായി പറയുന്നു. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഗുരുദേവനെ നേരിട്ട് വായിക്കണം. ഗുരുദേവന്റെ വാക്കുകൾ വളരെ വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള വാക്കുകളാണ്. ഞങ്ങൾ 8 വാക്കുകൾ, ഗുരുദേവന്റെ 8 സങ്കല്പങ്ങളെ ഞങ്ങൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. ഇനിയും കുറെ വെക്കാനുണ്ട്. അതായത് ജാതി, മതം, വർണ്ണം, സമുദായം, ദൈവം, ഈ മുക്തി, പിന്നെ അപരവൽക്കരണം, ഇങ്ങനെ വാക്കുകൾ ആഴത്തിൽ പോയി മനസ്സിലാക്കി മുമ്പിൽ ഞാൻ അത് ചിലത് ഓൾറെഡി ഈ സദസ്സിന് മുമ്പിൽ വെച്ച് കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെ പല വാക്കുകളും ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് പുതിയ പുതിയ വാക്കുകൾ, ഞാനും ഇപ്പോൾ മുക്തി എന്ന് ഗുരു പറയുന്നു. മുക്തി എന്ന് വെച്ചാൽ ജീവാത്മാവും പരമാത്മാവും ലയിക്കുന്നതല്ല ഗുരു പറയുന്ന മുക്തി. ഗുരു പറയുന്നത് വളരെ ഹ്രസ്വമായി പറയാം. ഗുരു പറയുന്നു ഒരു ഉദാഹരണമായിട്ട്, ഗുരുവിൻ്റെ അർത്ഥത്തിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കാൻ. ഗുരു പറയുന്ന 3 മെന്റൽ സ്റ്റേറ്റ് ഉണ്ട്. തെറ്റ് ചെയ്യുന്നു, സാരമില്ല, എനിക്ക് തെറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല, ഒരു മനോഭാവം. 2, ഞാൻ തെറ്റ് ചെയ്യുന്നു, അയ്യോ തെറ്റ് ചെയ്തല്ലോ എന്നൊരു പശ്ചാത്താപം, അത് 2ാമത്തെ. 3ാമത്തെ മനോഭാവം എന്താണ്? തെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബോധം, തെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബോധം, അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ലാത്തൊരു ബോധം. ഗുരു പറയുന്ന അതാണ് മുക്തി എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്ത് കുറച്ചെങ്കിലും മനുഷ്യർ അങ്ങനത്തെ മുക്തി ഈ ലോകത്ത് ഈ ജന്മത്തിൽ മുക്തരാകുകയാണെങ്കിൽ
ഇവിടുത്തെ സംഘർഷവും പ്രശ്നങ്ങളെല്ലാം കുറയും. അപ്പം അങ്ങനെ ഓരോ സങ്കല്പത്തിനും ഗുരു അത്ഭുതകരമായിട്ടുള്ള പുതിയ അർത്ഥങ്ങൾ നമുക്ക് തരുന്നു. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഇവിടെ ഇരിക്കുന്ന 15, 16, 17 വയസ്സുള്ള കുട്ടികളാണ്. അവർ പക്ഷേ ഗുരുവിനെ വായിക്കണം. അവർ ഓൺലൈൻ ഡിക്ഷണറി പോയി അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കണം. അത് വളരെ ഒരു വാല്യുബിൾ എക്സസൈസായി കരുതിയിട്ട് എന്നെ പോലത്തെ അപ്പൂപ്പന്മാരോടും അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ ആ കുട്ടികൾ പഠിപ്പിച്ച് ഗുരുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഗുരുദേവൻ പറയുന്നു, ഈ ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാ മതങ്ങളെയും പഠിക്കണം, അതിൽ കാണുന്ന നന്മ ഉൾക്കൊള്ളണം, മതദ്വേഷം പാടില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് എൻ്റെ ഉപദേശസാരം എന്ന് മഹാനായ പത്രാധിപരായ ശ്രീ CV കുഞ്ഞിരാമനോട് കേരളകൗമുദിയിൽ പറയുന്നു. ഈ സന്ദേശത്തിനെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ അവസരം തന്നതിന് ശ്രീ സുഗതനോടും ഈ യൂണിറ്റിനോടും ഈ ശാഖയോടും ഞാൻ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. നന്ദി പ്രകാശനം നടത്തുന്ന നമ്മുടെ ജനറൽ കൺവീനർ ശ്രീ ശിവദാസൻ ക്ഷണിച്ചു. ബഹുമാന്യരായ ശ്രീനാരായണീയരെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ മാനവധർമ്മം എന്നുള്ള വിഷയത്തിൽ ഇന്ത്യയിൽ ഇന്ന് ആധികാരികമായി പറയാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രാസംഗികൻ അല്ലെങ്കിൽ ഒരു സംശയ നിവാരണത്തിന് യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളിപ്പോൾ ശ്രമിച്ചത്. അല്പം മുമ്പ് വരെ ഞാൻ ഹിന്ദുവാണ് എന്നുള്ള മിഥ്യാവിശ്വാസത്തിലിരുന്ന നമ്മൾ അതിനും അപ്പുറമാണ് മാനവധർമ്മം എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു പ്രഭാഷണമാണ് നമ്മൾ ഇപ്പോൾ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഈ സദസ്സിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു സമയത്ത് ഹിന്ദുക്കളിൽ നിന്ന് വളരെയധികം ആളുകൾ, അതായത് ചാതുർവർണ്ണയത്തിൻ്റെ ആ മതിൽക്കെട്ടിനകത്ത് നിൽക്കുന്ന കുറേ ആളുകൾ മറ്റു മതങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥ സംജാതമായ സമയത്ത് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി നിങ്ങളും കൂടെയാണ് ഹിന്ദുക്കൾ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊരു മിഥ്യാധാരണ വരുത്തിക്കൊണ്ട് ഹിന്ദുക്കളുടെ എണ്ണം കുറയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു ഈ ഇഴവരാതി പിന്നോക്ക സമുദായങ്ങളെ ഹിന്ദുക്കളാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രക്ഷാളനം, മസ്തിഷ്ക പ്രക്ഷാളനം, അല്ലെങ്കിൽ നമ്മളുടെ ബോധതലത്തിലേക്ക് ഹിന്ദുക്കളാണ് എന്നുള്ളൊരു ബോധവൽക്കരണം ഇവിടുത്തെ മേൽജാതിക്കാർ നടത്തിയിരുന്നത്. അന്ന് ബ്രഹ്മസ്വവും ക്ഷേത്രങ്ങളുടേതും മാത്രമായിരുന്ന സ്വത്തുക്കളെ അവർക്ക് മാത്രം അത് മാനേജ് ചെയ്യാൻ പറ്റാതിരുന്ന സമയത്ത് അതിനകത്തുള്ള കൂലിവേലക്കാരായിട്ട് മാത്രം ജീവിച്ചിരുന്ന ഈഴവരും നെയ്ത്തുകാരും അതുപോലെ തന്നെ മറ്റ് പല തൊഴിലുകളിലും വൈദ്യുതി ഉൾപ്പെടെയുള്ള തൊഴിലുകളിൽപ്പെട്ടവരാണെങ്കിലും ചാതുർവർണ്ണയത്തിന് പുറത്താണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം, അതായത് ശ്രേഷ്ഠർ ഞങ്ങളാണ്, ബ്രാഹ്മണർ മാത്രമാണ്, ഞങ്ങൾ പറയുന്നത് പോലെ രാജാക്കന്മാർ ഭരിച്ചുകൊള്ളണം, ഞങ്ങൾ പറയുന്നത് പോലെ ബാക്കിയുള്ളവരൊക്കെ നടന്നുകൊള്ളണം, ഞങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ദൂരത്തിലുള്ള ശൂദ്രർ വരെയുള്ളവർക്ക് അപ്പുറത്തേക്കുള്ളവരെ പറ്റി ഞങ്ങൾക്കൊരു ബാധ്യതയും ഇല്ല എന്നൊരു ധാരണ നിലനിന്നിരുന്ന പശ്ചാത്തലത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവനിലൂടെ അവരെന്തൊക്കെ മനുഷ്യരെന്നുള്ള രീതിയിൽ ഞങ്ങളുടേത് എന്നുള്ള അവകാശബോധത്തോടു കൂടി ചെയ്തോ അതൊക്കെ നമുക്ക് വേണ്ടി ഈഴവരാതി പിന്നോക്ക ജനവിഭാഗത്തിന് കൂടി അർഹതപ്പെട്ടതാണെന്ന് അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെയും അതിനുശേഷം നടന്ന പല പ്രതിഷ്ഠകളിലൂടെയും അതുപോലെ തന്നെ ശ്രീനാരായണ സാഹിത്യത്തിൽ കൂടിയും നമ്മളെ ബോധ്യപ്പെടുത്തിയ ഗുരുദേവനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഒരുപാട് പുറകിലാണെന്നുള്ള ഒരു ബോധം നമ്മളിൽ സൃഷ്ടിക്കാനായിട്ട് ഇന്നത്തെ പ്രാസംഗികന് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരായിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ബോധതലത്തിലേക്ക് നമ്മൾ ഉയർന്നിരിക്കുന്നു ഇന്നത്തെ പ്രസംഗം കൊണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി നമ്മളുടെ ശാഖയെ 19 കുടുംബ യൂണിറ്റുകളായി വിഭജിച്ചുകൊണ്ട് 50 വീടുകൾ വീതമുള്ള 19 കുടുംബ യൂണിറ്റുകളായി വിഭജിച്ചുകൊണ്ട് ആദ്യ SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ കുമാരനാശാനിൽ നിന്നും ആരംഭിച്ച് 19ാം യൂണിറ്റായിട്ടുള്ള ശ്രീനാരായണ കുടുംബ യൂണിറ്റിലേക്ക്, അതായത്
പ്രധാന സത്യത്തിലേക്ക്, പരമാർത്ഥത്തിലേക്ക് ലയിച്ച ആ രീതിയിൽ നമ്മളുടെ ഗുരുദേവൻ്റെ കൃതികളിൽ നിന്നുള്ള പ്രധാന പേരുകളും അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ പല കാലഘട്ടങ്ങളിലായി നിരുന്ന സാരഥികളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പേരുകൾ നൽകി 19 കുടുംബ യൂണിറ്റുകൾ രൂപീകരിച്ച് ആ കുടുംബ യൂണിറ്റുകളുടെ ചിട്ടയായുള്ള പ്രവർത്തനത്തിൽ കൂടി ശ്രീനാരായണ സാഹിത്യം എന്താണെന്ന് നമ്മുടെ പ്രതാപൻ സാറിനെ പോലെയുള്ള ആചാര്യന്മാരുടെ സേവനം അഭ്യർത്ഥിച്ച് നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ 21ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇത്രയും കാര്യഗൗരവമുള്ള ഒരു വിഷയത്തിൽ അവഗാഹമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് ബോധം പകർന്നു തന്ന ശ്രീ മോഹൻ ഗോപാൽ അവർക്ക് SNDP പൊണേക്കര ശാഖയുടെയും അതിൻ്റെ 19 കുടുംബ യൂണിറ്റുകളുടെയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എളിയ അംഗവും പ്രവർത്തകനും എന്നുള്ള രീതിയിൽ എൻ്റെയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇക്കാലത്തെ സെഷൻ അവസാനിക്കുകയാണ്. ഇനി ക്വിസാണ്. അതിനു മുമ്പ് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് വേഗം വരിക. ഈ പരിപാടിയുടെ പേര് ബാലകൃഷ്ണൻ എന്നൊരാളുടെ പ്രഭാഷണമുണ്ട്. ക്വിസ് കഴിഞ്ഞ് പിന്നീട് നമുക്കിവിടെ മത്സരത്തിൽ വിജയിച്ച എല്ലാവരുടെയും മത്സരങ്ങൾ ഉണ്ടാകും. അപ്പോൾ എല്ലാം കഴിയും സമയം കളയാതെ എല്ലാവരും പോയി സമാധാനപരമായി ഭക്ഷണം കഴിച്ച് ഇവിടെ വരണമെന്ന് പറഞ്ഞു.